بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صفيه وخليله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. وعنت الوجوه للحي القيوم وقد خاب من حمل ظلما ومن يعمل من الصالحات وهو مؤمن فلا يخاف ظلما ولا هضما وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد لعلهم يتقون أو يحدث لهم ذكرا. فتعالى الله الملك الحق ولا تجعل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما. മാന്യ സഹോദര സഹോദരിമാരെ, സദസ്യരെ, ശ്രോതാക്കളെ, സർവശക്തനായ സിംഹാസനത്തിൻ്റെ ഉടമയായ അർശിൻ്റെ ഉടമയായ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കാൻ നമുക്കേവർക്കും റബ്ബ് തൗഫീഖ് നൽകട്ടെ. അഞ്ചൊക്ത് നമസ്കാരം കൃത്യമായ അതാതിൻ്റെ സമയത്ത് പള്ളിയിൽ വെച്ചിട്ട് തന്നെ നമസ്കരിക്കുന്നവരിൽ നമ്മെ അല്ലാഹു പെടുത്തട്ടെ. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ശരിക്കും പിന്തുടർച്ച അവരിൽ കൈകൊണ്ടുകൊണ്ട് അവരിൽ മാതൃക കണ്ടെത്തി അവരുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കാനും അവരുടെ പ്രവർത്തനം കൃത്യമായി പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അതിലൂടെ
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മഹബ്ബത്ത് നമുക്ക് സ്ഥാപിക്കുവാനും അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നവരിൽ നമുക്ക് ഉൾക്കൊള്ളുവാനും റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നേരെ വിപരീതം നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്ന ശൈലി, സ്നേഹത്തിൻ്റെ പേരും പറഞ്ഞ് അവർ നമുക്ക് പഠിപ്പിക്കാത്തതും അവരിൽ നമുക്ക് മാതൃകയില്ലാത്തതുമായ ആദർശങ്ങളും ആശയങ്ങളും അപ്രകാരം തന്നെ അനാചാരങ്ങളും ബിദ്അത്തുകളും ചെയ്ത് അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയാകുന്ന മുബ്തദിഉകളിൽ നിന്ന് രക്ഷപ്പെടാൻ റബ്ബുൽ ഇസ്സത്ത് നമുക്കും കുടുംബത്തിനും മുസ്ലിം പണ്ഡിതന്മാർക്കും പ്രബോധകന്മാർക്കും എല്ലാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വിജ്ഞാനം ശരിക്ക് ആഴത്തിലിറങ്ങി സലഫുസ്സാലിഹ്യങ്ങളിൽ നിന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തിയതുപോലെ അത് പഠിക്കേണ്ട അതേ മഈനിൽ നിന്ന്, അതേ നദിയിൽ നിന്ന്, ഉറവിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈമാനിന് പുഷ്ടി ഉണ്ടാക്കുവാൻ, നമുക്ക് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇവിടെ നാം പല വർഷങ്ങളായി പല ശൈലിയിലൂടെ നബിയോടുള്ളതായ മഹബ്ബത്ത് എങ്ങനെയായിരിക്കണമെന്ന വിശദാംശങ്ങൾ ഈ മനുഷ്യൻ്റെ ശബ്ദത്തിലൂടെ നിങ്ങൾ കേൾക്കുന്നുണ്ട്, അല്ലാതെയും നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതെ, ഒരിക്കലും നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്തിൽ കളങ്കം വരുത്തുവാനോ വീഴ്ച വരുത്തുവാനോ പാടുള്ളതല്ല എന്ന വിശ്വാസക്കാരാണ് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അതുകൊണ്ട് തന്നെ നബിയെ സ്നേഹിക്കേണ്ട രൂപം നബി പഠിപ്പിച്ച ശൈലിയിൽ തന്നെ ആവണമെന്ന നിർബന്ധമാണ് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് അവിടെ മുതൽ സലഫുസാൽ നബിയുടെ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കാലം മുതൽ ഇന്ന് വരെ ഉള്ളത്. അങ്ങനെയുള്ള ഒരു വിഭാഗം അന്നു മുതൽ ഇന്ന് വരെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് ഈ ഇസ്ലാമിൻ്റെ ഇജാസിൻ്റെ ഒരു ഭാഗമാണ്. സത്യത്തിൽ അടിയുറച്ചുകൊണ്ട്, സത്യം പൊക്കിപ്പിടിച്ചുകൊണ്ട്, സത്യം പ്രവർത്തിച്ചുകൊണ്ട്, സത്യം പ്രചരിപ്പിച്ചുകൊണ്ട്, സത്യത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹം ഖിയാമത്ത് നാൾ വരെ നിലകൊള്ളും, നിലനിൽക്കും, ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. തളരുമ്പോൾ അവരെ വളർത്താൻ, ക്ഷണിക്കുമ്പോൾ അവർക്ക് ആവേശമുണ്ടാക്കാൻ, പിഴക്കുമ്പോൾ അവർ സത്യത്തിലേക്ക് നയിക്കാൻ ഇവിടെ മുജദ്ദിദുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സന്തോഷവാർത്ത നൽകിയിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ ലാ തസാലു ത്വായിഫത്തും മിനൽ മുഅ്മിനീന ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതിയ അംറുല്ലാഹ് എന്ന ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളതായ ഹദീസിൻ്റെ ഈ പദം അബൂദാവൂദാണ് ഈ ലഫ്ദിലൂടെ റിപ്പോർട്ട് ചെയ്തത് എങ്കിലും ഉള്ളടക്കം ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളതാണെന്ന് ഞാൻ പറയാറുണ്ട്. അഥവാ മുത്തഫഖുൻ അലൈഹിയാണ് ഹദീസ്. ഏത് സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് സലഫുസ് സാലിഹ്യങ്ങൾ വിശേഷിപ്പിച്ച ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന സ്വർഗത്തിലേക്ക് പോകേണ്ടവർ, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉണർത്തിയതുപോലെ, സുല്ലത്തും മിനൽ അവലീന രണ്ടാമത്തെ ഇനം, വസുല്ലത്തും മിനൽ ആഖിരീൻ, മുൻഗാമികളിൽ നിന്ന് ഒരു മഹാസമൂഹം, പിൻഗാമികളിൽ നിന്നും അതുപോലെയുള്ള ഒരു മഹാസമൂഹം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവര് സ്വർഗവാസികളാണ്, അവര് അസ്ഹാബുൽ യമീനാണ്, അവര് വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങാൻ അർഹപ്പെട്ടവരാണ്. ആ വിശ്വാസം നമുക്കുണ്ടായിരിക്കവേ
നാം പിന്നെ പതരാതെ, പ്രയാസപ്പെടാതെ, സംശയിക്കാതെ അത് എവിടെയാണെന്ന് കണ്ടെത്താനുള്ള പരിശ്രമം മാത്രം നടത്തലാണ് നമ്മുടെ ബാധ്യത. അത് പ്രയാസപ്പെടേണ്ടതോ അല്ലെങ്കിൽ അറിയാൻ സാധിക്കാത്തതോ മറഞ്ഞു നിൽക്കുന്നതോ പ്രത്യക്ഷപ്പെടാത്തതോ ജനങ്ങളുടെ ദൃഷ്ടിയിൽ പെടാത്തതോ ആയ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സാധനമല്ല സത്യപാന്താവ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. നാം ഈ ഖുർആനിനെ ചിന്തിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക്, ഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ലളിത ശൈലിയിൽ, എളുപ്പരൂപത്തിൽ നാം ഇവിടെ ഇറക്കിയിട്ടുണ്ട്. എളുപ്പമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നാവിലൂടെ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആനൻ ഫറഖ്നാഹു ലിതഖ്റാഹു അലന്നാസി അലാ മുഖ്തിൻ വനസ്സൽനാഹു തൻസീല. ഖുർആനൻ ഫറഖ്നാഹു, നാം ഈ ഖുർആനിനെ ഗഡുക്കളായി, ഒന്നിച്ചല്ല, ഒന്നിച്ചാണ് തൗറാത്ത് ഇറങ്ങിയത്. അതുപോലെയല്ല ഖുർആൻ. ആവശ്യാനുസരണം പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഹാരമെന്നോണം, ആവശ്യങ്ങൾ വരുന്ന വേളയിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് 23 വർഷത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇറങ്ങിയതായ ഗ്രന്ഥം, അത് ഏത് അർത്ഥത്തിലും അക്ഷരത്തിലും ഏത് ശൈലിയിലും പഠിക്കേണ്ടവർക്ക് പഠിക്കാൻ, ഉൾക്കൊള്ളേണ്ടവർക്ക് ഉൾക്കൊള്ളാൻ, മനപ്പാടമിടുന്നവർക്ക് മനപ്പാടമിടാൻ, പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിക്കാൻ ഉതകുന്ന ശൈലിയിലാണത്. അതുകൊണ്ട് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കേണ്ടതായ ഭാഗങ്ങൾ അത് ഇറങ്ങിയത് പ്രാഥമിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന രംഗത്തിലാണ്. നാം പ്രാഥമിക വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി ഓതുന്നതായ സൂക്തങ്ങൾ ഇറങ്ങിയത് തന്നെ ഈ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിൻ്റെ കുട്ടിപ്രായത്തിലാണ്. അതെവിടെ? മക്കയിൽ. അതെവിടെ? മക്കയിലാണ്. നാം പറയാറുള്ളത് പോലെ, ഖുർആൻ വിശദീകരിച്ചതുപോലെ ലളിത ശൈലി, കടുകട്ടിയുള്ള ഖുർആൻ്റെ ഭാഷയായതോടുകൂടി അതേസമയത്ത് സാഹിത്യ ശൈലിയിൽ ഉത്തുംഗശൃംഗത്തിലേക്ക് എത്തിയതായ ഗ്രന്ഥമായതോടുകൂടി വിശ്വസിക്കേണ്ട ഭാഗങ്ങൾ, ഉൾക്കൊള്ളേണ്ട ഭാഗങ്ങൾ, മനസ്സിലാക്കേണ്ട ഭാഗങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ അറബികൾക്ക് അവരുടെ മാതൃഭാഷയിൽ അറിയാവുന്ന ശൈലിയിലാണ്. അഫലാ യൻദുറൂൻ ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. വളരെ ലളിതം. മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ, ഉൾക്കൊള്ളേണ്ട വിഷയങ്ങൾ, വിശ്വാസത്തിനെ പിടിച്ചു നിർത്താൻ, അവരുടെ ആദർശത്തെ പതരാത്ത പാദത്തോടെ, ചിതരാത്ത ചിത്തത്തോടെ അവരെ മുറുകെ പിടിച്ച് നിർത്താനും നിൽക്കാനും അവർക്ക് പ്രചോദനം നൽകാനുള്ളതായ വിശ്വാസപരമായ കാര്യങ്ങൾ ലളിത ശൈലിയിൽ പ്രാഥമിക വിദ്യാഭ്യാസം പഠിപ്പിക്കേണ്ട രംഗമെന്ന് നാം വിശേഷിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ കുട്ടിപ്രായത്തിൽ അള്ളാഹു പഠിപ്പിച്ച ശൈലിയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് റബ്ബ് പറയാൻ കാരണം, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ആ ഖുർആൻ അറബി ഭാഷ പഠിച്ചിട്ട് അറിയാൻ വേണ്ടി രംഗത്തിറങ്ങുന്നവർക്ക് അതിനുള്ള കഴിവ് കൽപ്പി നൽകിയെന്ന് മാത്രമല്ല, അവരാണ് പിന്നെ ലോക പ്രശസ്തരായ അറബി ഭാഷയിലും അപ്രകാരം ഖുർആനിൻ്റെ ഇൽമിലും പാണ്ഡിത്യം നേടിയവരായി മാറിയത്. പരിശോധിച്ചു നോക്കൂ. ഖുർആൻ ഇവിടെയാണ് ഇറങ്ങിയത്, മക്കയിലും മദീനയിലും. അറബികളെന്ന് ഇവിടെയാണുള്ളത്. ആ അറബികൾക്ക് ഇറങ്ങിയതായ ഖുർആൻ, അതിൻ്റെ വിശദാംശങ്ങൾ വിശദീകരിച്ചവര് ലോകവ്യാപകമായി കിടക്കുന്ന പല രാഷ്ട്രങ്ങളിലുള്ളതായ പണ്ഡിതന്മാരാണ്. ഖുർആനാകുന്ന ഈ ഗ്രന്ഥം അവരുടെ ഭാഷയിലാണ് എങ്കിലും ഇത് ഖുർആൻ അതേ ഖുർആൻ അല്ലാഹ് പറഞ്ഞതുപോലെ ഇത് മനുഷ്യരാശിക്കാസകലം, ജിന്നുവർഗത്തിനാസകലം വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറാ. എല്ലാവർക്കും ബഷീർ, എല്ലാവർക്കും നദീർ എന്നതുകൊണ്ട് തന്നെ അതിനെ പഠിക്കാൻ
അതിനെ ഉൾക്കൊള്ളാൻ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായി ജനങ്ങൾ. അതുകൊണ്ട് തന്നെ നാം കാണുന്നു പണ്ഡിതന്മാരായ നമ്മുടെ സലഫ് സാലിഹ്യങ്ങളിൽ പ്രഗത്ഭരായ നേതാക്കൾ പലരും ഈ ഖുർആനിൻ്റെ വിശദാംശങ്ങൾ നൽകിയ കൂട്ടത്തിലുണ്ട്. അതെ, ഇബ്നു അബ്ബാസ് മുതൽ ആരംഭിച്ചുവെങ്കിലും ഇബ്നു ജരീറിലേക്ക് എത്തിയപ്പോൾ ലോകവ്യാപകമായ ധാരാളം വാല്യങ്ങൾ, 12ഓളം വാല്യങ്ങൾ സ്ഥിതി ഉള്ളതായ ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന തഫ്സീറിയാണി എന്ന രൂപത്തിൽ അറിയപ്പെടുന്ന ഗ്രന്ഥകർത്താവാരാണ്? തബറസ്ഥാൻ. അദ്ദേഹത്തിൻ്റെ നാട് ഏതാണ്? തബരി, തബറസ്ഥാൻകാരൻ. അപ്പോൾ അനറബി, മനസ്സിലായില്ലേ? അപ്പോൾ ഒരാൾ അറബിയോ അനറബിയോ എന്നതല്ല പ്രശ്നം. ഒരാൾ ഈ ഖുർആൻ പഠിക്കുന്നുണ്ടോ, അത് ഉൾക്കൊള്ളുന്നുണ്ടോ, അവൻ്റെ ഭാഷയിലാവട്ടെ അല്ലെങ്കിൽ ഖുർആൻ അറിഞ്ഞ ഭാഷയിലാവട്ടെ, അത് ഉൾക്കൊള്ളലും അറിയലും അതാണ് അവരുടെ ബാധ്യത. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഈ ഖുർആനിനെ നാം ലളിത ശൈലിയിലാണ് ഇറക്കിയത്. ഏതെങ്കിലും ഒരു മുസ്ലിമായി വന്നവന് എൻ്റെ ഭാഷയല്ല ഈ ഖുർആൻ്റെ ഭാഷ, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആദർശം ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്ന് പറയാനുണ്ടോ? ഇല്ല, അതിനുള്ള പഴുതല്ലാഹു ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവർക്കും ഖുർആൻ അതിൻ്റേതാകുന്ന ഖുർആനിന് തന്നെ അതിൻ്റേതാകുന്ന ഒരു കഴിവുണ്ട്, അതിൻ്റേതാകുന്ന ഒരു കൽപ്പുണ്ട്. ആ കൽപ്പ് കഴിവിലൂടെ ജനങ്ങൾ ഈ സത്യത്തിലേക്ക് കുതിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ അറബി പഠിച്ചിട്ടില്ല താനും. പറഞ്ഞു വരുന്നത് ആർക്കും ഞങ്ങൾ അറബികളല്ലാത്തത് കൊണ്ട്, ഞങ്ങൾക്ക് അറബി ഭാഷ അറിയാത്തത് കൊണ്ട് ഞങ്ങൾ പഴച്ചുപോയി എന്ന് പറയാനുള്ളതായ പഴുതില്ല. എന്തേ ഇല്ലാത്തത്? ഈ ഖുർആനിനെ, ഈ സുന്നത്തിനെ, ഈ ദീനിനെ, ഈ ആദർശത്തെ അള്ളാഹു ഇറക്കിയത് യഥാർത്ഥത്തിൽ ആ സകലം ജനങ്ങൾക്കാണ്. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. മുമ്പ് എവിടെയുണ്ട് ജനങ്ങൾ അവിടേക്ക് ഗ്രന്ഥം, എവിടെയുണ്ട് ജനവാസ കേന്ദ്രം അവിടേക്ക് നബി, അങ്ങനെയാണ്. പക്ഷെ ഖുർആൻ ആയപ്പോഴോ അതിൻ്റെ ആദ്യ കാലഘട്ടമാകുന്ന ആദം നബി മുതൽ ആരംഭിച്ചതായി തൗഹീദ് അതിൻ്റെ പുരോഗതിയിലേക്കും അതിൻ്റെ പരിപൂർണതയിലേക്കും എത്തിയത് എപ്പോഴാണ്? ഈ റസൂല് വന്ന് റസൂലിൻ്റെ 23 വർഷത്തെ ജീവിതം ഇവിടെ നടന്നു. ഈ ഖുർആൻ അറുകലും കഴിഞ്ഞു. അതിൻ്റെ സമാപനം കുറിക്കുന്ന ആയത്തുകളിലാണ് കാണുക അൽയൗമ, ഇന്ന് അർഫയിൽ റസൂലുള്ളാഹി ഓതിയ ആ ദിവസം, അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ആ അല്യം. അപ്പോൾ ഈ മതം ഏതാണ്? പണ്ട് തന്നെ എല്ലാവരും ആഗ്രഹിച്ച, എല്ലാവരും പ്രചരിപ്പിച്ച, എല്ലാവരും വസിയത്ത് ചെയ്ത് മരിച്ച അതേ ഇസ്ലാമാണ്. അതേ എല്ലാവരും, എല്ലാ നബിമാരും നിങ്ങൾ എന്തിനായിരിക്കും ജീവിക്കുക, എങ്ങനെയായിരിക്കും മരിക്കുക? എല്ലാവരും മറുപടി പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമായിട്ട് ജീവിക്കും, മുസ്ലിമായി മരിക്കാൻ പരിശ്രമിക്കും. വലാ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമ്മളോടും റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറഞ്ഞതായ കൽപ്പന അങ്ങനെ തന്നെയാണ്. സത്യവിശ്വാസികളെ, അള്ളാഹനെ നിങ്ങൾ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുക, നിങ്ങൾ മരണപ്പെട്ടു പോകരുത് മുസ്ലിങ്ങളായിട്ടല്ലാതെ. നമുക്ക് സാധിക്കുമോ നമ്മുടെ ശാസ്ത്രം മരിക്കാൻ? സാധിക്കുമോ? നമുക്ക് സാധിക്കൂല എന്ന് പറഞ്ഞാൽ സാധിക്കാത്തത് കൽപ്പിക്കുമോ? അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ മുസ്ലിങ്ങളായി ജീവിക്കൂ, എന്നാൽ നിങ്ങൾക്ക് മുസ്ലിങ്ങളായി മരിക്കാം. അപ്പോൾ ഒരുക്കം നമ്മളിൽ ഉണ്ടാവണം. നമ്മൾ ഒരുങ്ങാതെ തയ്യാറാവാതെ ഈ ഭാഗ്യക്കുറി എന്ന് മനസ്സിലാക്കിയാൽ, സോടതി എന്ന് മനസ്സിലാക്കിയാൽ, ബൈചാൻസ് എന്ന് മനസ്സിലാക്കിയാൽ നടക്കുന്ന കാര്യമല്ല. അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. വഴി ക്ലിയർ ആവണം. മുമ്പേ പേടിക്കേണ്ടതുപോലെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട്, മഖാമു റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട്, അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ, ശരീരത്തിനെ
അള്ള വിരോധിച്ചതായ ആ ധിക്കാര ചിന്താഗതികൾ, മനസ്ഥിതികൾ, അല്ലെങ്കിൽ തോന്നിവാസങ്ങൾ, അനാചാരങ്ങൾ, അക്രമങ്ങൾ, അനീതികൾ, ഏഷണികൾ, ഭീഷണികൾ, അരത്തട്ടിപ്പുകൾ, മുഴുത്തട്ടിപ്പുകൾ, അല്ലെങ്കിൽ കള്ളസാക്ഷി, അല്ലെങ്കിൽ കള്ളസത്യം, അല്ലെങ്കിൽ ബിദ്അത്തുകൾ, അനാചാരങ്ങൾ, ജന്മദിനാഘോഷങ്ങൾ, മരണദിനാഘോഷങ്ങൾ, ഓണം കൊണ്ടാടലുകൾ, ക്രിസ്തുമസ് കൊണ്ടാടലുകൾ, ഓരോ കാലഘട്ടത്തിൽ വരുന്നതായ ഇസങ്ങൾ, അതുപോലെ തന്നെ ആദർശങ്ങൾ, അവകൾ സത്യമോ അസത്യമോ എന്നത് പഠിക്കാതെ, ചിന്തിക്കാതെ, ഖുർആനിലേക്ക് ഒപ്പിച്ചു നോക്കാതെ, ഖുർആനിലേക്ക് ചേർത്ത് പഠിക്കാതെ, ഇഷ്ടാനുസരണം ഈ ബുദ്ധിപൂജ നടത്തിക്കൊണ്ട് ജീവിക്കുന്ന പദ്ധതി, ഇതെല്ലാം ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകുന്നവൻ്റെ റൂട്ടല്ല. അവൻ അംഗീകരിക്കേണ്ട ശൈലിയല്ല, അവൻ അംഗീകരിക്കേണ്ട ഭാഗമല്ല. അതാണ് റബ്ബുൽ ഇസ്സത്ത് മറ്റൊരിടത്ത് പറഞ്ഞത് എന്ത്? വമ്മാ മൻ തഗാ വആതറൽ ഹയാത്തദ് ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ. ഒരാൾ പരാക്രമിയായി ജീവിച്ചാൽ, എന്നിട്ട് ഇഹലോകം മതി എന്ന് തീരുമാനിച്ചാൽ, വആതറൽ ഹയാത്തദ് ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ. അപ്പോൾ നാം ജീവിക്കുന്നത് പരലോകത്തിലേക്ക് വേണ്ടി, സ്വർഗത്തിലേക്ക് വേണ്ടി ആവുകയാണെങ്കിൽ, സ്വർഗത്തിലേക്ക് മുസ്ലിങ്ങളായി നിങ്ങളെ ഞാൻ മരിപ്പിക്കുമെന്നുള്ള പറയും പോലെ, അതാണ് യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന വാക്കിന്റെ അർത്ഥം. ഇതൊക്കെ മുഖവര മാത്രമാണ്. വാസ്തവത്തിൽ വിശുദ്ധ റബീഉൽ അവ്വൽ മാസം എന്ന പേരിൽ ബഹുമാനിച്ച് ആദരിച്ച് നമുക്കെല്ലാ മാസങ്ങളും ബഹുമതിയും ബഹുമാനവുമുള്ള റസൂലുള്ളാഹിനെ ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട മാസമാണ് എന്നതുകൊണ്ട് നമുക്കൊരു പ്രത്യേക മാസം റസൂലുള്ളാഹിക്ക് വേണ്ടി അവരെ ബഹുമാനിക്കാൻ വേണ്ടി, അവരെ ആദരിക്കാൻ വേണ്ടി ഒറിജിനൽ അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിന്റെ വീക്ഷണത്തിലില്ല. അത് റസൂലുള്ളാഹിനെ അവഗണിക്കലായി പോകുമെന്ന് പേടിയുണ്ട്. അതിൻ്റെ അർത്ഥം ഈ രൂപത്തിൽ ചെയ്യുന്ന വിഭാഗം റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നില്ല എന്നല്ല. ഇവിടുത്തെ സൗദി അറേബ്യൻ പണ്ഡിതന്മാരും സൗദി അറേബ്യൻ മുഫ്തികളും എല്ലാം ഇവിടെ പറയാറുള്ളത് പോലെ, ഞങ്ങൾക്കറിയാം ഈ ജന്മദിനാഘോഷം കൊണ്ടാടുന്നു എന്ന പേരിൽ ആഘോഷിക്കുന്നവർക്ക് റസൂലിനോട് സ്നേഹമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ വെളുക്കാൻ തേച്ച് പാണ്ടാവാൻ പാടില്ല എന്നേ ഉള്ളൂ. സ്നേഹമുണ്ടെങ്കിലും ആ സ്നേഹം ഏത് രൂപത്തിലാണ് പ്രകടമാക്കേണ്ടത്? ഒരു മാസത്തിൽ മാത്രം പ്രകടമാക്കി പിന്നെ മറ്റുള്ള മാസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമുമായി ബന്ധമില്ലാതെ, അല്ലെങ്കിൽ ആ പ്രകടമാക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹി കൽപ്പിക്കാത്ത രൂപത്തിൽ, സഹാബാക്കൾ ചെയ്യാത്ത രൂപത്തിൽ, താബിഈങ്ങൾ ചെയ്യാത്ത രൂപത്തിൽ, മദ്ഹബിൻ്റെ ഇമാമുകൾ പഠിപ്പിക്കാത്ത രൂപത്തിൽ ആണോ ചെയ്യേണ്ടത്? അവിടെയാണ് പ്രശ്നം. ഇവിടെയാണ് നാം എന്ത് സംഭവിക്കുന്നത്? ബഹുഭൂരിപക്ഷം പരാജയപ്പെടുന്നത്. ബഹുഭൂരിപക്ഷം എവിടെ മുതൽ ഇത് ആരംഭിച്ചു എന്നതിലേക്ക് കണ്ണോടിക്കുന്നില്ല. എവിടെ മുതലാണ് ഈ ആഘോഷം ആരംഭിച്ചു? ആഘോഷിക്കാൻ പറ്റുന്ന ദിവസമാണോ റബീഉൽ മാസം? റബീഉൽ മാസം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? എന്താണ്? അത് റസൂലുള്ളാഹി മരിച്ച മാസമാണ്. അപ്പോഴോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ദുഃഖിക്കേണ്ട മാസം അല്ലേ? അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ദുഃഖമാസമാണ്. ദുഃഖമാസം എന്ന് പറയാം, സന്തോഷമാസമല്ല, ആഹ്ലാദിക്കേണ്ട മാസമല്ല. റസൂലുള്ളാഹി എന്ന് ജനിച്ചു എന്നതിന് തീയതി പറയുന്ന ഒരു പ്രൂഫും 100% പറയുന്നത് നമ്മുടെ മുമ്പിലില്ല. അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിലെ നെടുന്തൂണുകളായ പണ്ഡിതന്മാരുടെ നിഗമനമാണത്. ചിലർ 12 എന്ന് പറഞ്ഞു, ചിലർ 9 എന്ന് പറഞ്ഞു, ചിലർ റമദാനിലാണെന്ന് പറഞ്ഞു, ചിലർ ശഅബാനിലാണെന്ന് പറഞ്ഞു, ചിലർ റബീഉൽ അവ്വൽ അല്ല എന്ന് പറഞ്ഞു. പല ശൈലിയിലുള്ള അഭിപ്രായക്കാരാണ്. അതിന് ഞാൻ കാരണം പറഞ്ഞു. എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന വേളയിൽ ഇവിടെ ഒരു മുസ്ലിമും ഇല്ല മക്കത്ത്. റസൂലുള്ളാഹി ജനിക്കുന്ന വേളയിൽ മക്കയിൽ അവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ടൈമിനെ കുറിച്ച് ചരിത്രകാരന്മാർ ആമുൽ ഫീൽ എന്ന വർഷത്തിലാണ് ജനിച്ചത് എന്നതാണ്. പൊതുവിൽ അങ്ങനെയാണ്. ആമുൽ ഫീൽ എന്ന് പറഞ്ഞാൽ ഗജവത്സരത്തിലാണ് ഉണ്ടായത്. കൃത്യമായിട്ടോ ഇങ്ങനെ അനൂഷർവാൻ രാജാവിൻ്റെ ആ കാലഘട്ടത്തോട് വിടവാങ്ങുന്ന സന്ദർഭത്തിലാണ് എന്ന് ഇങ്ങനെ അടുപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചവരുണ്ട്.
റസൂലുള്ള നമുക്ക് നന്നായി അടുപ്പിച്ചു തന്നു. എന്ത്? ഞാൻ തിങ്കളാഴ്ച ദിവസത്തിലാണ് എന്നെ ജനിച്ചത്. എപ്പോഴാണ്? തിങ്കളാഴ്ച ദിവസം. മാസം പറഞ്ഞോ? ഇല്ല. ദിവസം പറഞ്ഞോ? ഇല്ല. ജനിച്ചത് തിങ്കളാഴ്ച ദിവസത്തിലാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് പിടിക്കൽ സുന്നത്താണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായ ആ ദിവസത്തിൽ തന്നെയാണ് എൻ്റെ ജനനവും ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിപ്പിച്ചു എന്നല്ലാതെ, അതുകൊണ്ട് സ്നേഹത്തിൻ്റെ കടുപ്പം പറയുന്നവർക്ക് എന്തേ നോമ്പ് പിടിച്ചൂടെ എന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് ചോദിക്കാം. പക്ഷേ മറുപടി ലഭിക്കൽ ഞങ്ങളെ തീറ്റാൻ കിട്ടും, തീറ്റ ഒഴിവാക്കാൻ കിട്ടൂല എന്നുള്ളതാണ്. പ്രവർത്തനം കുറിക്കുന്നത് അങ്ങനെയാണ്. റബീഉൽ അവ്വൽ വന്നു കഴിഞ്ഞാൽ അറിവില്ലാത്ത കാലഘട്ടത്തിലും ഞാനും കാട്ടിയിട്ടുണ്ട്. ഓരോ വീടാന്തരം കയറി ഇങ്ങനെ ചെണ്ണ കൈ പിടിച്ചുകൊണ്ട് ഒരു ഹദീസോദ, എന്നിട്ട് തൊട്ട വീട്ടിലേക്ക് ചെല്ലാം. ഈ ഞാൻ ആദ്യം തുടങ്ങി വെച്ചതായ മൗലൂദ് പൂർത്തിയാക്കാൻ ആരെങ്കിലും ഏൽപ്പിക്കും, മുക്കുറിക്കുകയോ അല്ലെങ്കിൽ ബാങ്കിയോ, അല്ലെങ്കിൽ ഞങ്ങളവിടെ തണ്ണി എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് പ്രത്യേക ആളുണ്ട് പള്ളിയിൽ, അയാൾ ഏൽപ്പിച്ചു പോകും. തൊട്ട വീട്ടിലും അങ്ങനെ തന്നെ. അങ്ങനെ ധാരാളം വീടുകളിൽ ഒരു രാത്രി കയറി ഇറങ്ങിയിട്ട് ചെണ്ണ തിന്നുന്ന പദ്ധതി. അങ്ങനെ ഞാൻ കാട്ടിയ നാട്ടുകാരെൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ഞാൻ പണ്ട് കാട്ടിയതായ അതേ നാട്ടുകാർ. അള്ളാഹു അവർക്കും നമുക്കും എല്ലാവർക്കും ഈ സാധുവിനൊക്കെ പുറത്തേരട്ടെ. അറിവില്ലാത്തത് കൊണ്ടാണ്. എന്തിനാണ് ഞാനിത് പറയുന്നത്? ഇതൊരു പ്രഹസനമാണ്, നബിയെ പരിഹസിക്കലാണ്. എന്നിട്ട് ഓതുന്ന കാര്യം തന്നെ എന്താണ്? സമസ്തയുടെ ആദ്യത്തെ സ്ഥാപക മെമ്പറാണെന്ന് ഞാൻ പറഞ്ഞതായ അബ്ദുൽ ബാരി എന്ന് പറയുന്ന ആ മനുഷ്യൻ എഴുതിയതായ മങ്കൂസ് മൗലൂദ്, അത് മഖ്ദൂമികളെ കിതാബല്ല, മഖ്ദൂമികളെ കിതാബാണെന്ന് ഒരു 10-30 കൊല്ലം മുമ്പ് കേരളത്തിൽ ഒരാൾ പറഞ്ഞു വിട്ടു. 30 കൊല്ലത്തിൽ കൂടുതലായി. ഉടനെ തന്നെ ഞാൻ ഇവിടുന്ന് മറുപടി പറഞ്ഞു, അല്ല, മഖ്ദൂമികളുടെ ഗ്രന്ഥങ്ങളുടെ കോപ്പി അതിൻ്റെ ലിസ്റ്റ് എൻ്റെ കൂടിയുണ്ട്, എല്ലാ മഖ്ദൂമികളുടെ, അതിലൊന്നും ഈ പേരില്ല, മങ്കൂസില്ല. അതോടെ ഉപ്പരടങ്ങി. ഇപ്പോഴങ്ങനെയല്ല, അവരെന്നെ കണ്ടുപിടിച്ചു. ഉണ്ടാക്കിയത് സമസ്തയുടെ ആദ്യത്തെ ഷെയ്ഖാണ്, അദ്ദേഹമാണ് മങ്കൂസ് മൗലൂദി എന്ന പുസ്തകമുണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ധൈര്യത്തോടുകൂടി, നിങ്ങളിപ്പോൾ 100 കൊല്ലം മുമ്പ് വരെ, 100 കൊല്ലം പൂർത്തിയായിട്ടില്ല സംഗതി, 1974 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അച്ചടി തന്നെ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അതെ ഏകദേശം, സോറി, ഹിജറ വർഷം 74, ഹിജറ വർഷം 74 ആയിരിക്കാം. അതിനു മുമ്പ് കയ്യെഴുത്ത് കൃതിയായിരുന്നു എന്നൊക്കെയാണ്. ആ മങ്കൂസാണ് ഇപ്പോൾ മക്കയിലും മദീനയിലും ലോകത്തിൽ പലയിടങ്ങളിൽ എവിടെയുണ്ട് മലയാളികൾ. അതാണ് ആ പ്രത്യേകത. എന്ത്? മലയാളികൾ ഉണ്ടെങ്കിൽ അവിടെയുണ്ട് സാധനം. മലയാളി കൃതിയാണത്. മുസ്ലിങ്ങളുടെ കൃതിയായിട്ട് അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ നെടും തൂണുകൾ എഴുതിയതായ ഗ്രന്ഥമായിട്ട് അറിയപ്പെട്ടാലോ ലോക മുസ്ലിങ്ങൾ മുഴുവനും വായിക്കും, മുഴുവനും അറിയും. എന്താ മലയാളികൾ മാത്രം അറിയുന്നത്? മലയാളികളുടെ ഇടയിൽ മാത്രം പ്രശസ്തിയും പ്രചാരവും അവരുണ്ടാക്കിയതാണ്. അത് 100 കൊല്ലമായിട്ടില്ല ഉണ്ടാക്കിയിട്ട്. സുബ്ഹാനല്ലാഹ്. ഇതിനാണ് ഏറ്റവും പ്രചാരം. റബീഉൽ അവ്വൽ ആയിക്കഴിഞ്ഞാൽ എത്രത്തോളം ഖുർആനേക്കാളും പ്രചാരം, അതിനപ്പുറം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഖുർആനേക്കാളും പ്രചാരം. എവിടേക്കെത്തി നമ്മുടെ സമൂഹം? ഇപ്പോൾ ഇതിലൂടെ എന്ത് സംഭവിക്കുന്നു? റസൂലുള്ളാഹിനെ പരിഹസിക്കുന്നു, റസൂലുള്ളാഹിനെ തരം താഴ്ത്തുന്നു. അതൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്. അതേസമയത്ത് നാം മറ്റൊരു കാഴ്ച വിപരീതം കാണുന്നു. അതെന്താണ്? ഈ അനാചാരമാണെന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒറിജിനൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന പണ്ഡിതന്മാരും എല്ലാവരും പണ്ട് തന്നെ പറഞ്ഞു പോയിട്ടുള്ളതോടൊപ്പം ഇപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതോടൊപ്പം ഇത് പ്രചരിക്കുന്ന നിൽക്കുന്നില്ലല്ലോ. അതാണ് അസത്യത്തിൻ്റെ സ്വഭാവം. അസത്യം അങ്ങനെയാണ്. അത് പ്രചരിച്ചു കൊണ്ടേയിരിക്കും. എന്തേ? നരകത്തിലേക്ക് ആള് വേണം. എന്തേ? പിശാച് ജീവിച്ചിരിപ്പുണ്ട്. മൂപ്പരുടെ ആൾക്കാരെ മൂപ്പര് നയിച്ചു കൊണ്ടേയിരിക്കുന്നു, അതിനുവേണ്ടി പ്രേരണ നൽകിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഈ പദ്ധതികൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. അതേസമയത്ത് സന്തോഷിക്കാം, ആഹ്ലാദിക്കാം, സമാധാനിക്കാം. നല്ലൊരു ശതമാനം ഇപ്പോഴും സത്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് എവിടെ നിൽക്കുന്നു സത്യം, എവിടെയാണ് ഒറിജിനൽ അഹ്ലുസുന്നത്ത് ജമാഅത്ത് എന്ന് മനസ്സിലാക്കി വെച്ചവർ ധാരാളമുണ്ട് എന്നത് സന്തോഷിക്കാൻ പറ്റുന്ന ഭാഗമാണ്. ഇനി ദൂഷ്യവശം പറയുകയാണെങ്കിലോ, സുബ്ഹാനല്ലാഹ്,
ഞാൻ നേരത്തെ പറഞ്ഞു റസൂലുള്ള മദീനയിലേക്ക് കടന്നു വന്നു 1436 വർഷം മുമ്പ്. ഹിജ്റ 1436 വർഷം മുമ്പുള്ള ഒരു തിങ്കളാഴ്ച ദിവസത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മദീനയിലേക്ക് കടന്നു വന്നു. എങ്ങനെ? ഹിജ്റയുമായി കടന്നു വന്നു. അവിടെ മുതൽ നബി മദീനയിൽ ഈ മതത്തിനെ പ്രചരിപ്പിക്കാൻ ആരംഭിച്ചു. ഇതുവരെ നാം പറഞ്ഞത് റസൂലുള്ളാഹിയുടെ പ്രവർത്തനം മക്കയിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമാകുന്ന ഈ പ്രസ്ഥാനത്തിന് ബാല്യപ്രായമല്ല, കുട്ടിപ്രായമായിരുന്നു. അതിന് ബാല്യപ്രായം തികഞ്ഞത് എവിടെ വെച്ചിട്ടാണ്? ഈ വിശുദ്ധ മദീനയിൽ വെച്ചിട്ടാണ്. ഈ വിശുദ്ധ മദീനയിലേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ അവിടെയാണ് പരിപൂർണ ഇസ്ലാമാകുന്നതായ നാട്. എവിടെ? ഈ മദീന. അതുകൊണ്ട് ഈ മതം പരിപൂർണമായി എന്ന ആയത്ത് ഇറങ്ങിയത് അറഫയിലാണ് എങ്കിലും എവിടെ ഇറങ്ങിയ ആയത്തായിട്ടാണ് ഖുർആനിന് തർത്തീബ് അനുസരിച്ച് മുസ്ലിം ലോകം ഗണിച്ചത്? മക്കിയാണോ മദീനിയാണോ? സൂറത്തുൽ മാഇദ മക്കിയത്താണോ മദീനിയത്താണോ? മദീനിയ. എന്തേ? മദീനയിലേക്ക് റസൂലുള്ള വന്ന ശേഷം ആണ് ഇറങ്ങിയത്. അതുകൊണ്ടാണ് അതിൽ അല്യൗമ റസൂൽ മദീനയിലേക്ക് വന്ന ശേഷം 23 വർഷത്തോളം പ്രബോധനം ചെയ്ത ശേഷം ഈ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തെ ഇതിൻ്റെ യഥാർത്ഥ രൂപങ്ങൾ പ്രചരിപ്പിച്ച ശേഷം, മനസ്സിലാക്കി കൊടുത്ത ശേഷം, ഇതുവരെ ഞാനിത് കാട്ടിയിരുന്നു, നിങ്ങളിത് കാട്ടിയിരുന്നു, ഇനി കാട്ടരുത്, ഇതുവരെ നിങ്ങളിത് ചെയ്തിരുന്നു, ഇനി ചെയ്യരുത്. പണ്ട് അതിൽപ്പെട്ടതാണ് കള്ള്, ഹറാമാക്കി. അത് പലിശ ഹറാമാക്കി. ഞാൻ ആദ്യം എൻ്റെ കുടുംബത്തിൽ നിന്നിട്ട് ഹറാമാക്കുന്നു അറഫയിൽ. ഇന്ന അർബർ റിബ റിബ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹി. ഒരു ഹറാമായക്കാൻ എത്രത്തോളം സിയാറത്തുൽ ഖബർ വരേക്കും. അലാ, ഇതുവരെ ഞാൻ ഖബർ നിങ്ങളോട് സിയാറത്ത് പാടില്ല എന്ന് പറഞ്ഞിരുന്നു. മുമ്പ് പറഞ്ഞത് നമ്മളറിയില്ല, ആ പറഞ്ഞ വാക്കിൽ നിന്നാണ് അറിയുന്നത്. നിങ്ങളോട് റസൂലുള്ളാഹിന്റെ ശൈലി അങ്ങനെയാണ്. മുസ്ലിമിലാണ് ഹദീസ്, കുന്തു നഹൈതുക്കും അൻ സിയാറത്തുൽ ഖുബൂർ, ഖബർ സന്ദർശനം അനുവദനീയമല്ല എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം എന്തായിരുന്നില്ല? അനുവദനീയമല്ല, റസൂലുള്ളാഹിന്റെ വാക്കാണത്. എന്തേ? പറയേണ്ട ആവശ്യമില്ല. നിങ്ങളോട് അന്ന് ഖബർ സിയാറത്ത് ചെയ്യാൻ പറഞ്ഞാൽ കണ്ടത് കേട്ടത് പൂജിക്കുന്ന ആളാണ്. അവിടെയും വിളിച്ച് പ്രാർത്ഥിക്കും, ഇവിടെയും വിളിച്ച് പ്രാർത്ഥിക്കും. അതിലും ബർക്കത്തുണ്ടെന്ന് മനസ്സിലാക്കും, ഇതിലും ബർക്കത്തുണ്ടെന്ന് മനസ്സിലാക്കും. അങ്ങനെയുള്ള കാലഘട്ടമായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? ഖബർ സന്ദർശനം അനുവദിച്ചില്ല, വിരോധിച്ചു. എന്തേ? പണ്ട് തന്നെ പഴച്ചത് മരിച്ചവരെ ആരാധിക്കലിലൂടെയും മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കലിലൂടെയുമാണ് എന്ന് നമുക്ക് ബുഖാരി സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ പ്രശ്നം എവിടെയാണെന്ന് അറിയാമോ? നാം പഠിക്കേണ്ടതുപോലെ ഒറിജിനൽ അതിന് പഠിക്കേണ്ട ആ ഗ്രന്ഥങ്ങളിലൂടെ പഠിക്കുന്നില്ല പലരും. എന്നെ പോലത്തെ അറിവില്ലാത്തവര്. അങ്ങനെ ചെറുപ്പത്തിൽ ഞാൻ തോന്നിവാസങ്ങളും അനാചാരങ്ങളും ചെയ്ത കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ കാലഘട്ടങ്ങളിൽ എനിക്കറിയുകയില്ല ബുഖാരി എന്താണ്, ബുഖാരിയിലുള്ള ഹദീസുകളുടെ സ്ഥിതി എന്താണ്, ബുഖാരിയുടെ വിശദീകരണം എന്താണ്. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞത്, ഇബ്നുൽ മുലഖിന് പറഞ്ഞത്, ഇബ്നു ബത്താൽ പറഞ്ഞത്, അതുപോലെ തന്നെ നമ്മുടെ നേതാക്കൾ പറഞ്ഞത്, നമ്മുടെ ധാരാളം പണ്ഡിതന്മാര് കർമാനി പോലത്തവർ പറഞ്ഞത് പരിശോധിച്ച് നോക്കണം. പരിശോധിക്കുമ്പോഴാണ് അറിയുക. അതുകൊണ്ട് ഞാൻ സാധാരണ മതവിദ്യാർത്ഥികളോട് പറയാറുണ്ട്, കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഒറിജിനൽ ആ ഹദീസ് ഗ്രന്ഥങ്ങളും പഴയ ഗ്രന്ഥങ്ങളും പരിശോധിക്കാൻ വേണ്ടി മനക്കെടുക. ഇന്നത്തെ യുഗത്തിൽ ധാരാളം നെറ്റിലൂടെയും ധാരാളം വാട്സപ്പിലൂടെയും ധാരാളം ലേഖനങ്ങളിലൂടെയും ധാരാളം കാസറ്റുകളിലൂടെയും സീഡികളിലൂടെയും പല ആധുനികന്മാരുടെ പ്രസംഗങ്ങളും ആധുനിക ലേഖനങ്ങളും കിട്ടാനും വായിക്കാനും എഴുതാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ നന്മയുണ്ടായിരിക്കും, ചിലപ്പോൾ തിന്മയുണ്ടായിരിക്കും. തിന്മ നന്മയേക്കാൾ വർദ്ധിച്ചതായിരിക്കും. പക്ഷേ ഒറിജിനൽ നന്മ മാത്രമുള്ള ആ സലഫ് സാലിഹ്യങ്ങളുടെ ഗ്രന്ഥം സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം, ഇബ്നു മാജ, നസായി, തുർമുദി, അതിനെയെല്ലാം തഖ്രീജ് ചെയ്ത ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന അവകളെ സഹായകമാക്കലോടുകൂടി അവകൾ വായിക്കുകയാണെങ്കിൽ, അതിൻ്റെ വിശദാംശങ്ങൾ ഇമാമുകൾ പറഞ്ഞത് വായിക്കുകയാണെങ്കിൽ പ്രശ്നമേ ഇല്ല. ഇതൊരു വകുപ്പുണ്ടാക്കിയതോ ഒരു വിഭാഗമുണ്ടാക്കിയതോ എന്ന തത്വത്തിൽ നിന്നിട്ട് തൗബ ചെയ്യേണ്ടി വരും. ഞാൻ തൗബ ചെയ്തതുപോലെ ഞാൻ അങ്ങനെ പണ്ട് തെറ്റിദ്ധരിച്ചു പോയിരുന്നു. ഇത് സൗദി അറേബ്യക്കാരുണ്ടാക്കിയതാണ്. പരിശോധിച്ച് നോക്കിയപ്പോൾ സൗദി അറേബ്യക്ക് മുമ്പുള്ളവരും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞ അല്ല, ഇതൊരു 5-7 നൂറ്റാണ്ടേ പഴക്കമുള്ളൂ. പരിശോധിച്ച് നോക്കുമ്പോൾ 5-7 നൂറ്റാണ്ടല്ല. പിന്നെയോ ഇമാം ബുഖാരിക്ക് മുമ്പുണ്ട് സഹാബാക്കൾ
താബിഈങ്ങൾ, താബിഈങ്ങൾ എല്ലാവരും പറയുന്ന തത്വമാണ്. സഹീഹുൽ ബുഖാരി പരിശോധിച്ച് നോക്കുക. ഇതാണ് ഈ പ്രശ്നം. ഞാൻ കേരളത്തിൽ മുസ്ലിയാരായി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്നോടോ എൻ്റെ പരിസരത്തിലിരിക്കുന്നവരോ ക്ലാസ്സിലോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയോ കേൾക്കുകയോ ചെയ്യാത്ത പല തത്വങ്ങളുണ്ട്. ആ തത്വങ്ങൾ ക്ലിയറാക്കാൻ സാധിച്ചു പിൻകാലഘട്ടത്തിൽ. എങ്ങനെ? സലഫസ് സാലിഹ്യങ്ങൾ കിതാബ് തൗഹീദ് മാത്രം ബുഖാരി ഇമാമിൻ്റെ കാലഘട്ടത്തിലല്ലോ ഇബ്നു തൈമിയ അല്ലേ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇവരൊന്നും ഉണ്ടാക്കിയതല്ല. ബുഖാരി പണ്ടേ ബുഖാരിയിൽ കിതാബ് തൗഹീദ് നോക്കുക, ബുഖാരിയിൽ കിതാബുൽ ഈമാൻ വന്നുദൂർ നോക്കുക, ബുഖാരിയിൽ കിതാബുൽ ഈമാൻ നോക്കുക. ഇവിടൊക്കെ പരിശോധിച്ചാൽ റസൂലുള്ളാഹി കിതാബ് തഫ്സീർ വായിക്കുക. ഞാനതാണ് എൻ്റെ കഴിവിൻ്റെ പരമാവധി അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടി മദീന യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിക്കാൻ വേണ്ടി ആരംഭിച്ചിടം മുതൽ ഞാൻ ഉൾക്കൊണ്ട തത്വം, ഇവിടെ മദീനത്തും മക്കത്തുമുള്ള പണ്ഡിതന്മാർ ഉപദേശം നൽകാറുള്ള ഉപദേശം ഞാൻ ഉൾക്കൊണ്ടു. അതെന്താണ്? സലഫുസ് സാലിഹ്യങ്ങളുടെ ഗ്രന്ഥങ്ങൾ വായിക്കുക, ഇമാം അഹ്മദ് ഹംബലിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുക. ഇമാം അബൂ ഹനീഫക്ക് ഫിഖ്ഹുൽ അക്ബർ എന്ന ഗ്രന്ഥമുണ്ട്. തൗഹീദിൽ അദ്ദേഹം ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. തൗഹീദിൽ പണ്ട് തന്നെ നമ്മുടെ ഇമാമുകൾ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു ആസിമിന്റെ ഗ്രന്ഥമുണ്ട്, ഇമാം ഇബ്നു മന്ദേക്ക് ഗ്രന്ഥമുണ്ട്, ഇമാം ഇബ്നു ഹുസൈമയ്ക്ക് ഗ്രന്ഥമുണ്ട്. ഇവരൊക്കെ 1, 2, 3 നൂറ്റാണ്ടുകൾ ജീവിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ പിന്നെന്താണ്? ഇമാം ഇബ്നു തൈമിയെ പോലെ അവർ ചർച്ച ചെയ്തില്ല. എന്തുകൊണ്ട്? രോഗം എപ്പോൾ ഉണ്ടാകുന്നു അപ്പോഴാണ് ചികിത്സ ചെയ്യേണ്ടി വരിക. രോഗങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന തത്വം ഷിയാക്കളാണ് ആദ്യം ഉണ്ടാക്കിയത്. തീയതി പരിശോധിച്ച് നോക്കുക. ഞാൻ ഡോക്ടറേറ്റിന് വേണ്ടി പഠനം നടത്തിയതായ അൽ ഇമാം അഹമ്മദ് ബിൻ ഇസ്ഹാഖ് തഅലബി എന്ന ഗ്രന്ഥകർത്താവ് 13 വാള്യമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം. അത് ഞാൻ അയർലൻഡിൽ നിന്നിട്ടും അതുപോലെ മൊറോക്കോയിൽ നിന്നിട്ടും അതുപോലെ തുർക്കിയിൽ നിന്നിട്ടും അതുപോലെ ഈജിപ്തിൽ നിന്നിട്ടും ഒരു കോപ്പി മദീനയിലുള്ള മഹ്മൂദിയ ലൈബ്രറിയിൽ നിന്നിട്ടും അങ്ങനെ ശേഖരിച്ചിട്ട് ആ ഗ്രന്ഥ പരിശോധന നടത്തിയപ്പോൾ അത് സുബ്ഹാനല്ലാഹ് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയൊക്കെ 8 നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്. 8-9 നൂറ്റാണ്ടിൽ ജീവിച്ചവരും അതുപോലെ അവർക്ക് ശേഷമുള്ള സുയൂത്തി ഇമാമും അതുപോലെ തന്നെ 5-ാം നൂറ്റാണ്ട് മുതൽക്കുള്ളവരെല്ലാം കോട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു ഇമാം സഅലബിയുടെ തഫ്സീറിൽ നിന്നിട്ട്. അതുകൊണ്ട് തന്നെയായിരുന്നു ആ പുസ്തകം ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം. 13 വാള്യത്തിലുള്ള 4000-ഓളം വരുന്നതായ പേജുകൾ പരിശോധിച്ചിട്ട് അത് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അതിനെക്കുറിച്ചുള്ള പഠനം സമർപ്പിച്ചിട്ടാണ് ഈ സാധു ഡോക്ടറേറ്റ് എടുത്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഗ്രന്ഥം പരിശോധിച്ചപ്പോൾ തന്നെ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കരുത്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന ആ ധ്വനി അപ്പോൾ തന്നെ കാണാൻ സാധിച്ചു. അപ്പോൾ രോഗം അന്ന് ആരംഭിച്ചിട്ടുണ്ട് ഷിയാക്കളിലൂടെ എന്നതുകൊണ്ടാണ്. പക്ഷെ ഖുർആൻ പിന്നെ നമുക്ക് അള്ളാഹ് തന്ന വിവേകവും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് നാം എന്താ കാട്ടേണ്ടത്? അറഫയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി നമുക്ക് ഏൽപ്പിച്ച 2 സാധനമുണ്ട്. എന്തൊക്കെയാണ്? ഖുർആനും സുന്നത്തും. അത് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കവേ നാം എങ്ങനെയാണ് പഠിക്കേണ്ടത്? വ്യക്തിയിൽ നിന്നിട്ടല്ല. എൻ്റെ കേസറ്റുകൾ പരിശോധിക്കുന്ന സഹോദരന്മാർക്ക് ഞാൻ എന്നെ പൊക്കി പറയല്ല. ഈ 30-35 വർഷങ്ങളിലായിട്ട് ഈ സാധുവിൻ്റെ പ്രസംഗങ്ങളും കേസറ്റുകളിലും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇബ്നു തൈമിയയുടെ പേര് പറഞ്ഞിട്ടോ പലപ്പോഴും എന്ത് ചെയ്യാറില്ല, പല കാര്യങ്ങൾ സ്ഥാപിക്കുന്ന വേളയിൽ അവരുടെ പേര് മാത്രം ആസ്പദമാക്കാറില്ല. എന്തേ? അവർക്ക് മുമ്പ് തന്നെ ഇവിടെ ഈ സത്യം പറഞ്ഞവരുണ്ട്. പിന്നെ എന്തിനാണ് അവരുടെ ആവശ്യം? പിന്നെ രണ്ടാമത്തെ കാരണം, അവരോട് പലർക്കും അലർജിയുണ്ട്. അറിവില്ലാത്തവർക്ക് അള്ളാഹു അവരെ ഹിദായത്തിലാക്കട്ടെ. അപ്പോൾ അവർ പറയുന്നത് ഇമാം ഷാഫി പറഞ്ഞതാണ്, അവർ പറയുന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതാണ്, അവർ പറയുന്നത് ഇമാം അബൂ ഹനീഫ പറഞ്ഞതാണ്, അവർ പറയുന്നത് ഇമാം മാലിക് പറഞ്ഞതാണ്, അവർ പറയുന്നത് നമ്മുടെ മുമ്പന്മാർ പറഞ്ഞതാണ് എന്ന് സ്ഥാപിച്ചു കൊടുത്താൽ തീർന്നു. പരിശോധിച്ച് നോക്കൂ. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله. ഈ ആയത്തിൻ്റെ വിശദീകരണം ബുഖാരിയിൽ സഹീഹുൽ ബുഖാരി മറിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്. സഹീഹുൽ ബുഖാരി മറിച്ച് നോക്കിയാൽ 4497 നമ്പർ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ ومن الناس من يتخذ من دون الله أندادا എന്ന ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇത് ഇബ്നു തൈമിയ പറയല്ല, ഇതൊരു പ്രത്യേക വകുപ്പ് പറയല്ല, പ്രത്യേക ഗ്രൂപ്പ് പറയല്ല. ബുഖാരി, സഹീഹുൽ ബുഖാരി. ഇത് സുബ്ഹാനല്ലാഹ് ഒരു സഹോദരൻ കേരളത്തിൽ നിന്നിട്ട് വന്ന് എല്ലാ കൊല്ലും പണ്ട് വന്നിരുന്നു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ ശേഷം പിന്നെ എപ്പോഴെങ്കിലും വരലായി. എങ്ങനെ വന്നാലും എൻ്റെ ക്ലാസ്സിൽ
മസ്ജിദ് അബൂദറിലോ അല്ലെങ്കിൽ സഫ ലോഡ്ജിലോ പങ്കെടുക്കാറുണ്ട്. അദ്ദേഹം ഒരവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ബാക്കിൽ നിന്നിട്ട് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം പറഞ്ഞു പോയി എന്നോട്, ഈ തൗഹീദ് നിങ്ങൾ ഉണ്ടാക്കിയതാണ് മൗലവി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പിന്നെ ഞാൻ അയാളുടെ അറിവ് കേട് മനസ്സിലാക്കി. തൗഹീദ് എന്നുള്ള പദം ഖുർആനിൽ 91 തവണ കാണുന്നുണ്ട്. തൗഹീദ് എന്നുള്ള അതേ പദം, ഏകൻ, അവനെ മാത്രം, അവനോടല്ലാതെ പാടില്ല എന്നുള്ള തത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസിൽ ഹജ്ജ് ആരംഭിച്ചപ്പോൾ എന്താ ജാബിർ പറഞ്ഞത്? ജാബിർ എന്താ പറഞ്ഞത്? ഫബദഅ ബിത്തൗഹീദ് റവാഹുൽ ബുഖാരി. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് എന്ന തൽബിയത്ത് കൊണ്ട് റസൂലുള്ളാഹി ഹജ്ജും ഉംറയും മദീനയിലുള്ള ഇപ്പോൾ നാം പറയുന്നതായ ദുൽഹുലൈഫയിൽ നിന്നിട്ട് ആരംഭിച്ചപ്പോൾ ജാബിർ റിപ്പോർട്ട് ചെയ്യുന്നു ബുഖാരിയിൽ എന്ത്? ഫബദഅ ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ട് ആരംഭിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ നാം ഉണ്ടാക്കുന്നതല്ല, നാം പറയുന്നതല്ല, പിന്നെയോ പണ്ട് തന്നെ ഉള്ളതാണ് ഏത്? ഏകദൈവ വിശ്വാസം എന്നത്. അതുകൊണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ശ്രദ്ധിക്കുക, നാം പഠിക്കാൻ വേണ്ടി നാം ആരും ഇവിടെ പരിപൂർണയിലേക്ക് എത്തിയ ആളില്ല. ഞാനില്ല, നീയില്ല, അവനില്ല, അവളില്ല, ആരുമില്ല. നമുക്ക് പഠിക്കുമ്പോഴാണ് നമുക്ക് സത്യം മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് നാം ഇവിടെ വന്നിട്ടുള്ളത് പഠിക്കാൻ വേണ്ടിയാണ്. നാം ഇവിടെ വന്നിട്ടുള്ളത് മുദാഖറ നടത്താൻ വേണ്ടിയാണ്. ഞാൻ നിങ്ങളെ പോലത്തെ തിൽമീസാണ്, നിങ്ങൾ എന്നെ പോലത്തെ തിൽമീസ് എന്നതുപോലെ ഒരു ചേഞ്ചും ഇവിടെ ഇല്ല. നിങ്ങൾക്കറിയാമോ, നമ്മുടെ നേതാവായ ഇമാം ഇബ്നുൽ ജൗസി ഹംബലി മദ്ഹബിൽ, ഷാഫി മദ്ഹബിൽ നവവിയുടെ സ്ഥാനം പോലെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, 23,000 വാല്യം ഞാൻ ഗ്രന്ഥങ്ങൾ വായിച്ചു. വാല്യം 23,000. ഇപ്പോഴും ഞാൻ തിൽമീസായിട്ടാണ് എന്നെ ഗണിക്കുന്നത് ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി. മനസ്സിലായില്ലേ? അങ്ങനെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് മൻ റഫഅ വല്ലാഹുല്ലാഹ്, സ്വയം ഒരാൾ പൊങ്ങിയാൽ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, നശിച്ചു, അത് പറ്റൂല. പിന്നെയോ എൻ്റെ വീഴ്ച, ഞാൻ എത്ര പഠിച്ചു, ഓരോരുത്തർക്കും അറിയാം. നീ എന്ത് പഠിച്ചു, നീ എന്ത് വായിച്ചു, നീ എത്ര ഗ്രന്ഥം ഓതി? നിങ്ങൾ കേട്ടില്ല, 23,000 വാല്യമാണ് വായിച്ചത് നമ്മുടെ ഒരു ഇമാം. അങ്ങനെയാണ് അവരുടെ സ്ഥിതി, അവരുടെ ഇൽമിന്റെ സ്ഥിതി. അപ്പോൾ ഞാൻ പറയും, നമുക്ക് ടൈം കുറവാണ്, നമ്മുടെ ടൈം ചുരുക്കമാണ്. ഷോർട്ടായി ടൈമിൽ നാം ടൈം വേസ്റ്റ് ആക്കാതെ ഒറിജിനൽ ഗ്രന്ഥത്തിലേക്ക് മടങ്ങുക. അപ്പോഴാണ് നമുക്ക് ഒറിജിനൽ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഓരോവിടത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ബുഖാരി, ജനങ്ങൾ എന്നിട്ട് ചിലര് അള്ളാഹുവിന്റെ കൂടെ അള്ളാഹു അല്ലാത്തവരെ എന്ത് ചെയ്യുന്നവരുണ്ട്? പങ്കു ചേർക്കുന്നവരുണ്ട്. എങ്ങനെയാണത്? വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണോ? ചുംബിച്ചിട്ടാണോ? അല്ലെങ്കിൽ സുജൂദ് ചെയ്തിട്ടാണോ? പൂജിച്ചിട്ടാണോ? അല്ല, പിന്നെയോ സ്നേഹിച്ചിട്ട്. അപ്പോൾ സ്നേഹത്തിൽ വരെ ശിർക്കുണ്ട് അല്ലാഹ് പറയാണ്. സഹീൽ ബുഖാരിയിലെ ആയത്ത് മഹാനായ ഇമാം ബുഖാരി എടുത്തുദ്ധരിച്ച ഉടനെ 4497 നമ്പർ ഹദീസിൽ സഹീൽ ബുഖാരി, ഇമാം ബുഖാരി അവിടെ യോജിച്ചതായിട്ട് പറയാൻ പറ്റുന്ന ഹദീസാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഹദീസ് കേൾക്കുക. മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹ് നിദ്ദ ദഖലന്നാർ. ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തിയും കൊണ്ട് അള്ളാഹ് ചെയ്യുന്നതായ ആ പ്രത്യേകതകൾ, അള്ളാഹുവിനുള്ള പ്രത്യേകതകൾ അഥവാ പ്രശ്നം പരിഹരിക്കുക, രോഗം മാറ്റുക, അല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ നിറവേറ്റിക്കൊടുക്കുക എന്നീ കാര്യങ്ങളൊക്കെ അള്ളാഹ് സ്പെഷ്യലിസ്റ്റായ കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ഈ മൊയ്തീൻ ഷേഖിന് സാധിക്കും, അല്ലെങ്കിൽ റിഫായ് ഷേഖിന് സാധിക്കും, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് സാധിക്കും എന്ന വിശ്വാസത്തിൽ ഒരാൾ ചെയ്താൽ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചവനായി മാറി. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. മൊയ്തീൻ ഷേഖ് എന്നൊക്കെ നമുക്ക് അറിയുന്ന ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കേട്ടോ. മൊയ്തീൻ 5ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ജീവിച്ചതായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഹംബലി മദ്ഹബിൽ മിടുക്കനാണ്. അദ്ദേഹം 3 ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വിദേശിയാണ്, അറബിയല്ല, അനറബിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ജീവിതം മുഴുവനും ദായിയായി ജീവിച്ച മുവഹിദായിരുന്നു. അദ്ദേഹം ശിർക്ക് ചെയ്തിട്ടില്ല. ഇത് കിങ് ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിൽ
ഡോക്ടർ സഈദ് ഇബ്നു മുസ്ഫിർ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് ചർച്ച ചെയ്ത് ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. ആ ഡോക്ടറേറ്റ് എടുത്ത പുസ്തകം പട്ടണത്തിൽ കിട്ടും. ആ ഡോക്ടറേറ്റ് എടുത്ത പുസ്തകത്തിൽ PhD എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ PhD അദ്ദേഹം പ്രബന്ധം രചിച്ചിട്ടുണ്ട്. ആരെക്കുറിച്ച്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ കുറിച്ച്. മനസ്സിലായില്ലേ? റഹ്മത്തുള്ളാഹി അലൈഹി. എന്നിട്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ ഹംബലി മദ്ഹബുകാർ മൊത്തത്തിൽ ഹംബലി മദ്ഹബുകാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സലഫു സാലിഹീങ്ങളുടെ ജീവിതം ജീവിക്കുന്നവർ എന്നാണ്. എന്നാൽ ആ മദ്ഹബിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം അദ്ദേഹം അഹ്മദ് ഹംബലിനെ പോലത്തെ മുഹിദ് തന്നെയാണ് എന്ന് ആ ഗ്രന്ഥകർത്താവ് ഈ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ കുറിച്ച് സ്ഥാപിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം ഈ റബ്ബിനോട് തുല്യപ്പെടുത്തുന്ന രൂപത്തിലാവുക എന്ന ഖുർആനിൻ്റെ ശൈലി. അത് മഹബ്ബത്തിലൂടെയും തുല്യത വരുമെന്ന് പറയുമ്പോൾ അവിടെ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഇമാം ബുഖാരിയുടെ ഫിഖ് വല്ലാത്ത ഫിഖാണ് കൂട്ടരെ. അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റൂല. എന്താ ഇമാം ബുഖാരിയുടെ ഫിഖ് എന്നറിയാമോ? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ബാബിന് ഹെഡിങ് തലക്കെട്ട് നൽകുന്നുണ്ടല്ലോ. ആ തലക്കെട്ട് ഹദീസുമായുള്ള ബന്ധം കണ്ടുപിടിക്കാൻ പലർക്കും സാധിക്കാറില്ല. തലീഖ് എന്ന് പറഞ്ഞ സാധനമുണ്ട് മൂപ്പർക്ക്. അത് ഹദീസിന് മുമ്പ്, ഹദീസ് ആരംഭിക്കുന്നതിന് മുമ്പ് ബാബിൻ്റെ മുമ്പിൽ പറയുന്ന തലീഖാണ്. ആ തലീഖിനും അർത്ഥമുണ്ട്. അത് ചിലപ്പോൾ ജിസ്മോട് കൂടിയാണ് വരുന്നതെങ്കിൽ അത് ബുഖാരിയുടെ റിപ്പോർട്ടായി മാറുകയും ചെയ്യും. മനസ്സിലായില്ലേ? നോക്കൂ, ഇമാം ബുഖാരിയുടെ ആ വിശാലമായ അള്ളാഹ് ഈ മതത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി അവരെ പോലോത്തവരെ സെലക്ട് ചെയ്തതുപോലെ അള്ളാഹ് ഏറ്റെടുത്തതല്ലേ? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഗ്രന്ഥത്തെ നാം ഇറക്കിയ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടേതാണ്. നോക്കൂ, വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അപ്പോൾ സ്നേഹത്തിൽ മനുഷ്യന്മാരെ റബ്ബിനോട് തുല്യപ്പെടുത്തുന്നവരുണ്ട്. അതെങ്ങനെയാണ് തുല്യപ്പെടുത്തുക? അത് അല്ലാഹ് തന്നെ പറഞ്ഞു, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലാഹനെ ഏറ്റവും സത്യവിശ്വാസികൾ അല്ലാഹനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പറഞ്ഞതുകൊണ്ട് ശരിയായില്ലല്ലോ, വിശദീകരണം കിട്ടിയില്ലല്ലോ. ഇമാം ബുഖാരിക്ക് തോന്നി ഈ വിശദീകരണം അവർക്ക് ഈ ഹദീസ് നൽകട്ടെ, റസൂലുള്ളാഹിന്റെ വാക്ക്. മനസ്സിലായില്ലേ? മനസ്സിലാക്കണം. ബുഖാരിയിലുള്ളതായ ഖുർആനിൻ്റെ വചനം ബുഖാരിയിൽ അദ്ദേഹം ഉദ്ധരിച്ച ഉടനെ അതിനെ നമുക്ക് അടുപ്പിച്ച് തരാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നൊരു വാക്കെടുത്ത് വെക്കുന്നില്ല. പിന്നെയോ റസൂലുള്ളാഹിന്റെ വാക്കെടുത്ത് വെച്ചത് ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെയാണ് അവൻ മരിക്കുന്നതെങ്കിൽ അവൻ നരകത്തിൽ കടന്നു എന്നതായ ഹദീസിനെയാണ് റസൂലുള്ളാഹി പറഞ്ഞ ആ വാക്കിനെയാണ് ആ ആയത്തിൻ്റെ തൊട്ട് കൂട്ടിച്ചേർത്തത്. അപ്പോൾ നാം റസൂലുള്ളാഹിനെ സ്നേഹിക്കുമ്പോൾ അള്ളാഹിനോട് സ്നേഹത്തിൽ തുല്യപ്പെടുത്തൽ എപ്പോഴാണ്? റസൂലുള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ. പാച്ച മലയാളം ചോറ് തിന്ന ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാക്കാൻ മതി. ഇതാണ് സഹാബാക്കൾ പണ്ട് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അവർക്ക് സൂക്ഷ്മത റസൂലുള്ളാഹിനോട് സംസാരിക്കുമ്പോൾ എന്ത് ശിർക്ക് വന്നു പോകാതിരിക്കാൻ. അതുകൊണ്ടാണ് അല്ലാഹു 112 തവണ ഈ വാക്ക് ചർച്ച അഥവാ ദഅവ എന്ന പദം പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി. നിങ്ങൾ അവരോട് പ്രഖ്യാപിക്കുക, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. ഇതിനു മുമ്പ് റബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇബ്രാഹിം നബി പണ്ട് അവരുടെ കൗമിനോട് പറഞ്ഞ കോലമുണ്ട്. എന്ത്? എൻ്റെ റബ്ബാണ് ഹോ യുത്ഇമുനി വയസ്കീരി. എനിക്ക് ഭക്ഷണം നൽകലും പാനീയം നൽകലും അവനാണ്. ഒയ്താ മരിൽത്തു, എൻ്റെ രോഗം മാറ്റൽ, എനിക്ക് രോഗം ഉണ്ടായാൽ ഫഹു യശ്ഫീൻ, റബ്ബാണ് സുഖപ്പെടുത്തുക. ഇത് ഇറക്കിയിട്ട് അള്ളാഹിൻ്റെ റസൂലെ നാവിലൂടെയാ ലോകം കേട്ടത്. എന്ത്? രോഗം നബിമാര് മാറ്റൂല, അള്ളയാണ് മാറ്റുക എന്ന തത്വം. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ് ഈ തത്വം ഞാൻ പറഞ്ഞു വരുന്നത് ഉദാഹരണം മാത്രമാണ്. എന്തിനുള്ള? നാം ഒറിജിനൽ നമ്മുടെ ഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങിയാൽ നാം എന്ത് സംഭവിക്കുകയില്ല? ഇവിടെ ശ്രദ്ധിക്കുക, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്, അത് അദ്ദേഹം നിർവഹിച്ചോട്ടെ. നാം ഖുർആനും സുന്നത്തും മനസ്സിലാക്കാൻ, ഏത് ചർച്ചാ വിഷയം മനസ്സിലാക്കാൻ നല്ലത് എന്തല്ല, ഒരു വകുപ്പിലേക്കോ ഒരു വകുപ്പിൻ്റെ പണ്ഡിതന്മാരെന്ത് പറഞ്ഞുവെന്നോ അല്ലെങ്കിൽ ആ പണ്ഡിതന്മാർ, അപ്പോൾ എന്ത് കാണും? ഇബ്ലീസിൻ്റെ വഹി വരും. എന്ത്? അദ്ദേഹം സത്യം പറയുന്ന ആളാണെങ്കിൽ ആ മനുഷ്യനെ പിൻപറ്റാൻ പറ്റൂല, അയാൾ ഒഴിവാക്കി കളയണമെന്നും. അപ്പോൾ എങ്ങനെയെങ്കിലും പിശാച് ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഇതിനെല്ലാം രക്ഷപ്പെടാൻ നല്ലത് എന്താണ്? മതവിദ്യാർത്ഥികൾ ഒറിജിനൽ ഗ്രന്ഥത്തിലേക്ക് മടങ്ങുക.
അള്ളാഹ് ഹിദായത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ എന്താണ് ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ നൂരിൻ. എന്താണ് ആയത്തിന്റെ പരിപൂർണത? അള്ളാഹുവിന്റെ പ്രകാശം അവന് ചൊരിയും, അത് കയറും. അള്ളാഹ് ഒരാളെ സന്മാർഗത്തിലേക്ക് നയിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഒരാളുടെ ഹൃദയം സത്യം കയറാനുള്ള, തൗഹീദ് കയറാനുള്ള പക്വതയുള്ള, പാകതയുള്ളതാക്കി മാറ്റുന്ന പടി ആരുടേതാണ്? അള്ളാഹിൻ്റെതാണ്. അള്ളാഹ് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ റസൂലുള്ളാഹിന്റെ സ്വന്തം അളപ്പയായിട്ട് പോലും സാധിച്ചില്ല. എന്തൊക്കെ പരിശ്രമിച്ചു, എത്രയൊക്കെ പരിശ്രമിച്ചു. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞേക്കുന്നു. അത് പറയാൻ എന്താ മടി മക്കൾക്കാർക്ക്? ഈ മക്കൾക്കാരുടെ ശിർക്കും അല്ലാത്തവരുടെ ശിർക്കും ക്രിസ്ത്യാനികളുടെ ശിർക്കും ജൂതന്മാരുടെ ശിർക്കും എല്ലാം ശിർക്കും ഒന്ന് തന്നെയാണെന്നാണ് ഖുർആൻ പറയുന്നത്. അത് സൂറത്തുൽ ബയ്യിന ഓതിയാൽ മതി. എന്നാ എല്ലാവരും മുശ്രിക്കുകളാണെന്നത് മനസ്സിലാക്കാൻ ദൂരം പോകേണ്ടതില്ല. മനസ്സിലായില്ലേ? സൂറത്തുൽ ബയ്യിന വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജൂതന്മാർ മുശ്രിക്കുകളാണ്, യഹൂദികൾ മുശ്രിക്കുകളാണ്, അവര് ഒരു മക്ക മുശ്രിക്കുകളാണ്, ശിർക്ക് ചെയ്യുന്നവരെല്ലാം തുല്യരാണ്. ഇതിൽ ചേഞ്ചില്ല ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ. അപ്പോൾ നാം പറഞ്ഞു വരുന്നത്, നമുക്ക് മൗലൂദിനോട് എതിർപ്പല്ല, നമുക്ക് റസൂലുള്ളാഹിനുള്ള മഹബത്തിനോട് എതിർപ്പല്ല. ഇവിടുത്തെ മുഫ്തികളും ഇവിടുത്തെ ഖതീബമാരും ഇവിടുത്തെ മുദരിസുകളും ഇവിടുത്തെ ഇമാമുകളും പറയുന്നതും പണ്ട് തന്നെ സലഫ് സാലിഹ്യങ്ങൾ പറയാറുള്ള ശൈലിയാണ്. എന്ത്? ആരെങ്കിലും സ്നേഹത്തിനെ വാദിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? അവൻ ആരെ സ്നേഹിക്കുന്നു ആ സ്നേഹിക്കുന്ന വ്യക്തിയെ അനുസരിക്കട്ടെ. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നാം റസൂലിനെ സ്നേഹിക്കുമ്പോൾ എന്ത് വേണം? ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറാ ഈസ ഇബ്നു മറിയം. ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തു എന്നവർ പറയുന്ന നമ്മുടെ നേതാവായ ഈസ നബി അലൈഹി ഇസ്ലാമിനെ ആദരിച്ച് ബഹുമാനിച്ച് അതിർ വിട്ടുകടന്നതുപോലെ എൻ്റെ ഉമ്മത്തുകളെ നിങ്ങൾ എന്നെ ബഹുമാനിച്ച് ആദരിച്ച് അതിർ വിട്ട് കടന്നു പോകരുത്. അത് അവര് ദൈവമാണെന്ന് വിശ്വസിച്ചു എന്നാണ്. അത് വേണ്ട, അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഏത് ദൈവത്തിനുള്ള അവകാശം മുഹമ്മദ് നബിക്ക് നൽകിയാൽ മുഹമ്മദ് നബിയെ നീ ദൈവമാക്കി മാറ്റലായി മാറിയെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതാണ് സലഫ് സാലിഹ്യങ്ങൾ മനസ്സിലാക്കിയ തൗഹീദ്. മനസ്സിലായില്ലേ? എന്നല്ലാതെ അയാൾക്ക് ആ കഴിവുണ്ടല്ലോ, ഇയാൾക്ക് കഴിവുണ്ടല്ലോ, ആ കഴിവുണ്ട് ചോദിച്ചാലെന്ന്, ഈ കഴിവുണ്ട് ചോദിച്ചാലെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പ്രശ്നം എന്താണ്? കേരളത്തിൽ നിന്നിട്ട് അങ്ങനെ ഒരു 35 കൊല്ലം മുമ്പ് ഒരു സ്റ്റേജിൽ നിന്നിട്ട് കാസറ്റ് വന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചതാണ്, എന്തേ മൊയ്‌ദി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി വലിയാണ്, മനുഷ്യനാണ് എന്ന് വിശ്വസിച്ചതോടുകൂടി അദ്ദേഹത്തിനെ ഞാൻ ആവശ്യം നിറവേറ്റാൻ വേണ്ടി വിളിച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രശ്നം പരിഹരിക്കുകയില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിന് മറുപടി നൽകി. നിങ്ങളുടെ ഭാര്യയെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ അവളെൻ്റെ ഭാര്യയല്ല എന്ന് ഞാൻ വിശ്വസിച്ച് തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയുടെ തലാഖ് പോകുമോ ഇല്ലേ എന്ന് ചോദിച്ചു. വിശ്വാസമല്ല അവിടെ പ്രശ്നം. അവിടെ നിൽക്കുന്നത് ഭാര്യയാണോ? അല്ലേ, ഭാര്യയാണ്. ഭാര്യയെ നോക്കിയിട്ടാ പറയുന്നത് നിന്റെ തലാഖ് പോയി എന്നാ പറയുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? ഹൃദയത്തിൽ ഞാൻ അവൾ എൻ്റെ ഭാര്യയല്ല എന്ന് വിശ്വസിച്ചിട്ടാണ് തലാഖ് ചെയ്തത് എന്നത് മാതിരിയാണ് സംഗതി. മനസ്സിലായില്ലേ? പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? നമുക്ക് കണ്ണ് തന്നു, നമുക്ക് വികാരം തന്നു, സ്ത്രീകൾക്ക് ഭംഗി കൊടുത്തു. എന്നിട്ട് നമ്മളോട് റബ്ബ് എന്ത് പറഞ്ഞു? സ്ത്രീകളെ നോക്കൽ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം സ്ത്രീകളല്ലെങ്കിൽ നിങ്ങൾക്ക് ഹറാമാണെന്ന് പറഞ്ഞു. ഒരാൾ പറയാണ്, ഞാനെന്താ, എനിക്ക് വികാരമുണ്ട്, എനിക്ക് കണ്ണുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് നോക്കിക്കൂടെ എന്ന് പറഞ്ഞ് ശരിയാവോ? അവൾക്ക് ഭംഗിയുണ്ട്, എന്താ ഞാൻ നോക്കാത്തത് എന്നതുപോലെയാണ്. അയാൾക്ക് കറാമത്തില്ലേ, ഇയാൾക്ക് മുഇസ്സത്തില്ലേ, എന്തേ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇതേ ചോദ്യമാണ് അവിടെ ഉദ്ധരിച്ച ചോദ്യം പോലത്തെ ചോദ്യമാണ്. ഇവിടെ പ്രശ്നം എന്താണ്? ആ പെണ്ണിനെ നോക്കാൻ നിനക്ക് അനുവാദമുണ്ടോ? ഇല്ല, എന്നാ നോക്കരുത്. എന്നല്ലാതെ ആ നബിക്ക് മുഇസ്സത്തുണ്ടോ കറാമത്തുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. ആ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല.
ഇത് പറയുമ്പോൾ പലപ്പോഴും അറിവില്ലാത്തവർ പണ്ടേ പറയാറുണ്ട്, എന്ത്, അത് മക്കൾക്കാർക്ക് ഇറങ്ങിയ ആയത്താണ്. ഈ ശിർക്കിൻ്റെ ആയത്തൊക്കെ മക്കൾക്കാർക്കും മറ്റായത്തൊക്കെ നമ്മൾക്കും അങ്ങനെയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ മനസ്സിലാക്കി വെച്ചവരുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഖുർആനിലൊരായത്ത്, ധാരാളം ആയത്തുകളുണ്ട്. സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാനമുണ്ട് അഹദ എന്ന് പറയുന്നത് ആരെയും. അതുപോലെ തന്നെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു പള്ളി കെട്ടിയവരെ വിളിക്കുന്ന സംഭവമുണ്ട്. പള്ളി ആരെ കെട്ടാ? ബഹുഭൂരിപക്ഷം ജനങ്ങൾ ഇപ്പോൾ പള്ളി കെട്ടുന്നത് മുസ്ലിങ്ങളാണ്, അല്ലേ? ആരെങ്കിലും ഒരാൾ ലക്ഷത്തിൽ അല്ലെങ്കിൽ മില്യനുകളിൽ ഒരു മുസ്ലിങ്ങൾക്ക് വേണ്ടി പള്ളി കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമല്ല. മൊത്തത്തിൽ പള്ളി കെട്ടുന്നത് ആരാണ്? മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങളെ പള്ളി കെട്ടാം. അള്ളാഹ് വിളിക്കുന്നു പള്ളീൻ്റെ ആൾക്കാരെ, മക്കാരല്ല. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികളാ സകലം കെട്ടപ്പെട്ടിട്ടുള്ളത് അള്ളാഹ്ക്ക് വേണ്ടിയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അല്ലയോ പള്ളിയുടെ ഉടമകളെ, നിങ്ങൾ ആ പള്ളിയിൽ വെച്ചിട്ട് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ആ പള്ളിയിൽ വെച്ചിട്ട് നിങ്ങൾ അള്ളാഹു അല്ലാത്ത ഒരു വ്യക്തിയെയും റബ്ബിനോടൊപ്പം, അപ്പോൾ മുസ്ലിങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള തെറ്റാണ് അവിടെ പറയുന്നത്. മനസ്സിലാക്കണം. ഷിയാക്കൾ 4-ാം നൂറ്റാണ്ട് മുതൽ പടച്ചുവിട്ട ഒരു പ്രത്യേക ശിർക്കാണ്, ഒരു പ്രത്യേക തെറ്റാണ്. നമ്മുടെ മുസ്ലിങ്ങളുടെ ഇടയിൽ വളരെ വ്യാപകമാക്കാൻ വേണ്ടി അവരാണ് പാടുപെട്ടത്. ഇപ്പോഴും അവർ തന്നെ പാടുപെട്ടുകൊണ്ടേയിരിക്കുന്നു. ആ ശിർക്കാണ് എന്ത്? അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോടൊപ്പം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നത്. അവർ സൃഷ്ടിച്ചു വിട്ട റാത്തീബുകളും അവർ സൃഷ്ടിച്ചു വിട്ട മൗലൂദുകളും ആണ് ബഹുഭൂരിഭാഗവും ഇന്ന് കേരളത്തിലും അല്ലാത്ത സ്ഥലങ്ങളിലും ഓതിക്കൊണ്ടേയിരിക്കുന്നത്. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അപകടം, മഹാ അപകടം. ഞാൻ കേരളത്തോട് വിട വാങ്ങുമ്പോൾ 10 ഏടാണുള്ളത്. എത്ര? 10 ഏട്, 11 ഏട് എൻ്റെ കൂടെയുണ്ട് ഇപ്പോഴും. ഏട് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഏട്. ഇപ്പോഴോ 5000 എന്താ വഹി ഇങ്ങനെ ഇറങ്ങുന്നുണ്ടോ? നബിമാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ജിബ്രീൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ടോ? എങ്ങനെ ഇങ്ങനെ വർദ്ധിക്കുന്നത്? ഇത് ദീനാണേ, പുറത്തിറങ്ങാണ്. ചിലപ്പോഴൊക്കെ പണ്ടത്തെ കാലഘട്ടത്തിൽ ഞാൻ 30 കൊല്ലം മുമ്പൊക്കെ പറയാറുണ്ട്, ആമിറുൽ ഇസ്ലാം ഇത്തോപ്രസ്ത് തിരുവങ്ങാടി, അതേ കാണുള്ളൂ. അതാണ് എൻ്റെ അഡ്രസ്സ്. ആരുണ്ടാക്കി ആർക്കും അറിയില്ല. ഇപ്പോഴാണ് പരിശോധിച്ച് നോക്കിയിട്ട് ഈ നൂറ്റാണ്ടിലാണ് അറിഞ്ഞത് മങ്കൂസ് മൗലൂദ് ഉണ്ടാക്കിയത് സമസ്തയുടെ നേതാവാണെന്നുള്ള കാര്യം. അതുവരെ അവരെന്നെ അറിഞ്ഞിരുന്നില്ല, നമുക്ക് പണ്ട് അറിയുമെങ്കിലും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നാം എന്ത് വേണം? ഒറിജിനൽ നമ്മുടെ ആ മഈനിലേക്ക് മടങ്ങുക, ബുഖാരിയിലേക്ക് മടങ്ങുക, മുസ്ലിമിലേക്ക് മടങ്ങുക. ബുഖാരിയിൽ കിതാബ് തൗഹീദ് ഉണ്ട്. കിതാബ് തൗഹീദ്, ഇമാം ബുഖാരി കിതാബ് തൗഹീദ് എന്നാ പറഞ്ഞത്. ആ മനുഷ്യൻ പറഞ്ഞല്ലോ നിങ്ങൾ ഉണ്ടാക്കിയതാണ് ഇമാം ബുഖാരി പറയുന്നത് കിതാബ് തൗഹീദ്. കിതാബ് തൗഹീദ് എന്ന തലക്കെട്ടിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇമാമുകൾക്ക് ഗ്രന്ഥങ്ങളുണ്ട്. ചിലര് കിതാബു ശരിയ എന്ന പേര് വെച്ചു കൊടുത്തു. ഇബ്നു ആസിം പോലോത്തവർ, ആജുറിയെ പോലോത്തവർ ഇമാമുകളാണ് അവരൊക്കെ. ഇബ്നു മന്ദ, അവർക്കും ഈമാൻ എന്ന ഗ്രന്ഥമുണ്ട്. ഇമാം അഹ്മദ് ഹംബലിന് ഈമാൻ എന്ന ഇത് കിതാബ് സുന്ന എന്ന ഗ്രന്ഥമുണ്ട്. അപ്പോൾ പഴയ 7-ാം നൂറ്റാണ്ടൊന്നുമല്ല ഇത് പറയുന്നത്. 1, 2, 3 നൂറ്റാണ്ടുകൾ, 1.5 നൂറ്റാണ്ട് മുതലാണ് ഗ്രന്ഥരചന നാം ആരംഭിച്ചത്. അന്ന് മുതൽക്കേ ആരംഭിച്ചിട്ടുണ്ട് എന്ത്? തൗഹീദ് സ്ഥാപിക്കാൻ, തൗഹീദ് പ്രചരിപ്പിക്കാൻ എന്നല്ലാതെ ഒരു പുത്തനാണ് എന്നത് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. അത് തെറ്റിയ ചിന്താഗതിയാണ്. അള്ളാഹു നമുക്ക് സത്യം ഉൾക്കൊള്ളാൻ, സത്യം ഗ്രഹിക്കാൻ, സത്യം മനസ്സിലാക്കാൻ, സത്യത്തിനോട് നിൽക്കാൻ, സത്യം പ്രചരിപ്പിക്കാൻ തൗഫീഖ് നൽകട്ടെ, നൽകട്ടെ, നൽകട്ടെ. മഹാഭാഗ്യം ആര്? നിങ്ങൾ. എന്തേ മദീനയിലേക്ക് എത്തി? മഹാഭാഗ്യവാന്മാർ ആര്? നിങ്ങൾ. എന്തേ? എൻ്റെ സദസ്യരെ കുറിച്ചാണ് ചർച്ച എന്നല്ലാതെ നെറ്റിൽ കൂടിയും റേഡിയോയിൽ കൂടിയൊക്കെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാർ ഭാഗ്യവാന്മാരല്ല എന്നതിന് അത് അർത്ഥമില്ല. ഇവരെ പ്രേരിപ്പിക്കുകയാണ് ക്ലാസ്സിലേക്ക് വരുവാനും ക്ലാസ്സിൽ എണ്ണം വർദ്ധിപ്പിക്കുവാനും പ്രേരിപ്പിക്കുകയാണ് ഞാൻ അത്തരം ഇത് ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് അവരും മനസ്സിലാക്കട്ടെ. ഈ ഭാഗ്യയെ അള്ളാഹ് പരലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉമ്മറത്തുസ്സലോയും എന്നാ പറയാറുണ്ടല്ലോ ആജുമാരോട്.
അള്ളാ ചെയ്ത സർവ്വ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആളിപ്പാളിക്കത്ത് നരകത്തെ കാണിച്ചു തന്നുകൊണ്ട് നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും. അപ്പോൾ മദീനയിലേക്ക് വരാൻ നമുക്ക് സാധിക്കുക, മദീനയിൽ താമസിക്കാൻ സാധിക്കുക, മദീനയിൽ ജീവിക്കാൻ സാധിക്കുക, മദീനയിൽ ക്ലാസ് എടുക്കാൻ ക്ലാസ് എടുക്കാനും ക്ലാസ് പറയാനും ക്ലാസ് കേൾക്കാനും ഇതൊക്കെ ഒരു മഹാഭാഗ്യമാണ്. ഈ ഭാഗ്യം ശരിക്കും ഉപയോഗപ്പെടുത്തുന്നവരാരാണ്? റസൂൽ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടി ജീവിച്ചോ, സഹാബാക്കൾ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടി ജീവിച്ചോ, സത്യം സത്യമായി പുലരണമെന്ന തത്വം വെച്ചുകൊണ്ടാണ് അവരിവിടെ പോരാടിയത്. ആ പോരാടിയ പോരാട്ടത്തെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? റസൂൽ ചെയ്ത യുദ്ധങ്ങളെ പാട്ടുപാടാ, എന്നിട്ട് ഡാൻസ് ആടാ, എന്നിട്ട് ബാൻഡ് അടിക്കുക, എന്നിട്ട് ഹാർമോണിയങ്ങൾ. ജന്മദിനാഘോഷം പോലോ, ജന്മദിനാഘോഷത്തിൽ റസൂലുള്ള പറഞ്ഞതായ അതേ മ്യൂസിക്, അതേ റസൂല എതിർത്ത മ്യൂസിക്, എതിർത്തതായ തോന്നിവാസങ്ങൾ, എതിർത്തതായ ചാട്ടങ്ങൾ, എതിർത്തതായ ഡാൻസുകൾ, എതിർത്തതായ ഒരുമിച്ച് കൂടലുകൾ, എതിർത്തതായ സുബ്ഹാനല്ലാഹ്. ഒരു സഹോദരൻ, എൻ്റെ ക്ലാസ് മെമ്പർ, നിങ്ങളെ പോലത്തെ ഒരു സഹോദരൻ കേരളത്തിലേക്ക് എത്തിയിട്ട് റബീഉൽ മാസത്തിലാണെന്ന് തോന്നുന്നത്, ഫോൺ ചെയ്ത് പറഞ്ഞു, മൗലവി നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ കേൾക്കാണ്. ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞു, ഞാനിവിടെ ക്ലാസ്സിൽ പറയും പോലെ നമ്മുടെ ഇബ്രാഹിം കുട്ടി കുറേ കൊല്ലം ഇവിടെ താമസിച്ചു, നിങ്ങൾക്കറിയാം, ഡോക്ടറെ അറിയല്ലോ, നഫ്സിയ, അയാൾക്ക് പൊന്നാണിക്കാരനാണ്. അയാൾ ഇവിടെ 25ഓളം കൊല്ലം ക്ലാസ് കേട്ടു, നല്ല പ്രവർത്തകനായി. അവസാനം അയാൾ നാട്ടിലേക്ക് എത്തിയതിന് ശേഷം ഏതൊരു ഉറൂസ് മണ്ഡപത്തിലേക്ക്, ഉറൂസ് കഴിയുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവിടെയുള്ള ഏതൊരു ആനപ്പോക്കോ എന്തോ സന്ദ്രപ്പോക്കോ എന്തോ തോന്നിയാസം കണ്ടപ്പോൾ അയാൾ ഇങ്ങനെ ഓർക്കാൻ ഫോൺ ചെയ്ത്, മൗലവി നിങ്ങൾ അത്രയും സ്ട്രോങ്ങിൽ മദീനയിൽ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു, ഈ മനുഷ്യൻ എന്തിനാണ് ഇത്രയും സ്ട്രോങ്ങിൽ ഞങ്ങളോട് ഇത് അക്കാര്യം പറയുന്നത്, ഞങ്ങൾ ഇതിൻ്റെ ഒന്നും ആളല്ല എന്ന് തോന്നിയിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾ ആ പറഞ്ഞ സ്ട്രോങ് ഒന്നും പോരാ, അതിലും കുറച്ച് സ്ട്രോങ് കൂട്ടണം എന്ന് എനിക്ക് ഇവിടുന്ന് തോന്നി എന്ന് അദ്ദേഹം വിളിച്ച് പറയുകയുണ്ടായി. നിങ്ങൾ അവിടെ എത്തുമ്പോൾ അറിയുക ഈ തൗഹീദ് മനസ്സിലാക്കുന്നതിൻ്റെ പ്രത്യേകത, ഈ ഒറിജിനൽ അഹ്ലുസുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശം ഉൾക്കൊള്ളാൻ ഖുർആനിലൂടെ സുന്നത്തിലൂടെ പരിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത ഇത് അവിടെ കിട്ടൂല. പലപ്പോഴും ഉണ്ട്, പറയുന്നവരുണ്ട്, ചെയ്യുന്നവരുണ്ട്, പ്രവർത്തിക്കുന്നവരുണ്ട്, എന്നാലും ഇവിടുന്ന് കയറിക്കഴിഞ്ഞാൽ അത് സ്ഥലം പിടിക്കും. إذا لم تطب في طيبة عند طيب بطيب هدى الرحمن أين تطيب. കവി ചോദിക്കുകയാണ്, നീ വിശുദ്ധ മദീനയിൽ നന്നായിട്ടില്ലെങ്കിൽ, വിശുദ്ധ മദീനയിലൂടെ നീ തൗഹീദ് ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ, വിശുദ്ധ മദീനയിലൂടെ ഇവിടെ ജീവിച്ച സലഫ് സാലിഹുകളുടെ ജീവിതം മനസ്സിലാക്കാൻ നിനക്ക് ആ ടൈം ഉപയോഗപ്പെടുത്താനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എവിടെയോ നീ നന്നാവുക. അതുകൊണ്ടാണ് ഇവിടെയുള്ളതായ ആദർശം വേണ്ട എന്ന് തീരുമാനിച്ച വിഭാഗത്തെ ഈ നാട്ടിൽ നിന്നിട്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നഫി ചെയ്യും, നാട് കടത്തുമെന്ന് റസൂലുള്ളാഹി. ഈ നാട്ടിലുള്ള ആദർശം എതിർത്തവരെ ഇവിടുന്ന് നാട് കടത്തിയ സംഭവങ്ങളൊക്കെ പല കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. വെറുത്തവരെ, ആക്ഷേപിച്ചവരെ, എതിർത്തവരെ. അതുകൊണ്ട് ഞാൻ തുടങ്ങിയ അതേ വാക്കുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എന്താണ് തുടങ്ങിയത്? റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന പദം പറഞ്ഞുകൊണ്ടാണ് നാം ഇവിടെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നത്. എനിക്ക് അഭിപ്രായമില്ല അവർക്ക് റസൂലിൽ സ്നേഹമില്ല എന്ന്. അവർക്ക് റസൂലിൽ സ്നേഹമുണ്ട്, പക്ഷേ ആ സ്നേഹത്തെ പ്രകടിപ്പിക്കേണ്ട രൂപം എങ്ങനെയല്ല ഇപ്പോൾ ബഹുഭൂരിപക്ഷം കാട്ടും പോലെയല്ല. ഒന്നാമത്, ഒരു മാസം നിർണ്ണയിക്കുന്നതിന് പകരം എല്ലാ മാസവും റസൂലുള്ളാഹിയുമായുള്ള ബന്ധം നിലനിർത്തുക. നിങ്ങൾ ഖുർആൻ പരിശോധിച്ചാൽ, ഹദീസ് പരിശോധിച്ചാൽ നമുക്ക് കാണാം, എന്ത് എവിടെയും സലഫ് സാലിഹുകളുടെ ഹിസ്റ്ററിയിൽ, നിങ്ങളൊക്കെ എന്നെ അറിയുമല്ലോ, ഞാൻ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ 20ഓളം വർഷം 1408 മുതൽ, അഥവാ 1408 വർഷം മുതൽ 1426 വർഷം വരെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിൻ്റെ അകത്താണ് ഞാൻ. എന്താ കാട്ടിയത്? എൻ്റെ ഓഫീസിൽ വന്നവരുടെ കൂടെയുണ്ട് പലരും. എന്താണ് ഞാനവിടെ കാട്ടിയിരുന്നത്? അന്നത്തെ കാലഘട്ടത്തിൽ നെറ്റ് വന്നിട്ടില്ല, നെറ്റ് വ്യാപകമല്ല. പിന്നെ എന്താണുള്ളത്? കമ്പ്യൂട്ടറാണുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടറിന് എന്ത് വേണം? നാം നമ്മുടെ നേതാക്കളുടെ ഹിസ്റ്ററി പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് ആനയെ കയറ്റി, ആനയല്ല കേട്ടോ, ആന എന്നുള്ള പദം ആന കയറുമല്ലോ, ആന എന്നുള്ള പദം കയറ്റി. എന്നിട്ടോ ഹാഫിദ് ഇബ്നു ഹജർ എന്നുള്ള പദം കയറ്റി. അതുപോലെ തന്നെ കുതിര എന്ന പദം കയറ്റി. അതേ സമയത്ത് മഹാനായ ഇമാം സുഹ്രിയുടെ പേരും കയറ്റി.
കമ്പ്യൂട്ടറിന് ഇയാള് മനുഷ്യനാണ്, ഇയാള് മൃഗമാണ് എന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ആന ചോദിച്ചാൽ സുഹൂരി വരും, സുഹൂറിനെ ചോദിച്ചാൽ എന്ത് വരും? മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ കുതിര വരും അല്ലേ? അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഇന്ന് പുത്തനല്ല, ഇന്നൊക്കെ എല്ലാവർക്കും മനഃപ്പാടമാണ് സംഗതി. നെറ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളതും കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു. ഞങ്ങൾ അത് പണ്ട് തുടങ്ങി വെച്ചതാണ്. എന്ത്? ഈ നമ്മുടെ മുമ്പിലുള്ള ആയിരക്കണക്കിന് വാള്യംസ്, എന്തിൻ്റെ വാള്യംസ്? നമ്മുടെ ഇമാമുകളുടെ ഹിസ്റ്ററി ഉൾക്കൊള്ളുന്ന വാള്യംസ്. അത് ഇത് കമ്പ്യൂട്ടറിലേക്ക് കയറണം. കയറിയിട്ട് മതവിദ്യാർത്ഥികൾക്കും റിസർച്ച് ചെയ്യുന്നവർക്കും പണ്ഡിതന്മാർക്കും ഉപയോഗപ്രദമാക്കേണ്ട രൂപങ്ങൾ ഉണ്ടാവണം. ഇതാണ് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അന്ന് തീരുമാനിച്ച തീരുമാനം. നിങ്ങൾക്കറിയാം, മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് ലോകത്തിൽ പ്രചാരമുള്ള യൂണിവേഴ്സിറ്റി സൗദി അറേബ്യയിൽ. ഇവിടെ ധാരാളം യൂണിവേഴ്സിറ്റികളുണ്ട്, അതൊന്നും ലോകം അറിയില്ല. ലോകം മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മാത്രമേ അറിയുകയുള്ളൂ. മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിടം മുതലുള്ളതായ അതിൻ്റെ മഹാബഡ്ജറ്റാണ് എന്ത്? ലോകത്തിൽ എവിടെയെല്ലാം നമ്മുടെ അമൂല്യ ഗ്രന്ഥങ്ങളുണ്ട് അത് മദീനയിലുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തണം എന്നത്. അതുകൊണ്ട് അതിനുവേണ്ടി പണ്ഡിതന്മാരെ ലോകവ്യാപകമാക്കാൻ വേണ്ടി അവർ ഒരുങ്ങി. അക്കൂട്ടത്തിൽ ഈ സാധുവും പല നാടുകളിലേക്ക് കറങ്ങി നടന്നിരുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ അമൂല്യ ഗ്രന്ഥങ്ങൾ ശേഖരിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ആ സന്ദർഭത്തിൽ ഇനി കേൾക്കുന്ന കാര്യമാണ് അടിവരേണ്ടത്. ഞാൻ കേരളക്കാരനും കേരളത്തിൽ ചെറുപ്പത്തിലേ സമസ്ത മുസ്ലിംമാരുടെ കീഴിൽ ജീവിച്ച ഒരു മനുഷ്യനുമായതുകൊണ്ട് ഞാൻ നമ്മുടെ ഇമാമുകളുടെ ഗ്രന്ഥങ്ങൾ എൻ്റെ മുമ്പിൽ വിട്ടടക്കുമ്പോൾ, ഇമാമുകളുടെ ഗ്രന്ഥം എഴുതി വെച്ചോളി. മിസ്സിയുടെ 35 വാല്യമുള്ള തഹ്ദീബുൽ കമാൽ ഞാൻ കമ്പ്യൂട്ടറീകരിച്ച ഗ്രന്ഥത്തിലൊന്നാണത്. 35 വാല്യമുള്ള തഹ്ദീബുൽ കമാൽ, 12 വാല്യമുള്ള തഹ്ദീബ് ഹാഫിദ് ബിൻ ഹജർ അസ്ഖലാനിയുടെ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ 40 വാല്യമുള്ള താരീഖുൽ ഇസ്ലാമി എന്ന ഗ്രന്ഥം, അത് ഞാൻ ഞങ്ങളുടെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചെങ്കിലും പിന്നെയാണ് പരിപൂർണമായത്. അതേസമയത്ത് 25 വാല്യമുള്ള സീർ അലാമുൻ നുബല. ഞാൻ എവിടേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്? ഞാൻ ആരോന്നും ഞാൻ എന്ത് കാട്ടിയെന്നും പറയുന്നല്ല, എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എനിക്കൊരു പ്രത്യേകതയുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഗ്രന്ഥങ്ങളെല്ലാം ഞാൻ പരിശോധിക്കുമ്പോൾ, എൻ്റെ കൂട്ടുകാർ പരിശോധിക്കുമ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ ഒന്നുകൂടി ഞാൻ ശ്രദ്ധിക്കും. ഈ ഇമാമുകളെല്ലാം ഗ്രന്ഥം ആരംഭിക്കുമ്പോഴും ഗ്രന്ഥം അവസാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ ഞാൻ സൂക്ഷിക്കും. ഇമാമുകളൊക്കെ നമ്മളെ പോലത്തെ ആൾക്കാരല്ലല്ലോ. ഇമാമുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ കമ്പ്യൂട്ടറീകരിച്ചതായ ഇമാമുകളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ 3-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്, 2-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്, 4-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്, 5-ലുണ്ട്, 6-ലുണ്ട്, 7-ലുണ്ട്, 8-ലുണ്ട്. ഈ ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയതായ നമ്മുടെ ഒറിജിനൽ അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം എഴുതിയ ഗ്രന്ഥകർത്താക്കൾ ഗ്രന്ഥം ആരംഭിക്കുമ്പോൾ ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു റസൂലുള്ളാഹ് എന്നൊക്കെ പറയുന്ന ബിസ്മിൽ സലാത്ത് സലാമൊക്കെ പറഞ്ഞിട്ട് അവർക്കും അവരുടെ ഉമ്മാക്കും അവരുടെ വാപ്പാക്കും അവരുടെ കുടുംബത്തിനും അവരുടെ മക്കൾക്കും അവർക്കും എല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കും. എവിടെയും അള്ളാഹു അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന അവിടെ കമ്പ്യൂട്ടരീകരിക്കപ്പെട്ട 1000-ഓളം ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അവസാനിക്കുമ്പോഴോ അങ്ങനെ തന്നെ എല്ലാവരും പ്രാർത്ഥന കൊണ്ട് അവസാനിപ്പിക്കും, പ്രാർത്ഥന കൊണ്ട് ആരംഭിക്കും. എവിടെയും തവസ്സുലോ ഇസ്തിഗാസ ശിർക്കാണ്, തവസ്സുല് ബിദ്അത്താണ്. എന്താണെങ്കിൽ മനുഷ്യനോടാണെങ്കിൽ, അല്ലെങ്കിൽ അമലു സാലിഹാത്തിലൂടെയാണെങ്കിൽ അതാണ് പെട്ടെന്നുള്ള വിധി. അമലു സാലിഹാത്തിലൂടെയാണെങ്കിൽ അനുവദനീയമാണ്. മനുഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് ജീവിച്ചിട്ടുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് തവസ്സുലാണെങ്കിൽ അനുവദനീയമാണ്. എന്നോട് നിങ്ങൾക്ക് പറയാം, നിങ്ങളോട് എനിക്ക് പറയാം. അല്ലയോ മൗലവി, അല്ലയോ മനുഷ്യ, അല്ലയോ അബൂബക്കറെ, അല്ലയോ അബ്ദുള്ള, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റില്ല. അതിൽ നല്ലവരാണ് ആരാണെന്ന് പരിശോധിച്ച് നോക്കിയിട്ട് അവരോട് പോയി പ്രാർത്ഥിക്കാൻ പറയുന്നതുകൊണ്ടും തെറ്റില്ല. അതൊക്കെ ഇസ്ലാം അനുവദിച്ച ഭാഗമാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നേർക്ക് നേരെ മനുഷ്യനോട്, മരിച്ചവരോട്, അല്ലെങ്കിൽ ദൂരമുള്ളവരോട് നേർക്ക് നേരെ എൻ്റെ പ്രശ്നം പരിഹരിക്കണമെന്ന് ചോദിക്കലോ അത് ശിർക്കാണ്. ഇത് മനസ്സിലാക്കിയവരാണ് അവരൊക്കെ. അതുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥനയിൽ പഴിച്ചിട്ട് പോലും ആരെങ്കിലും കൂട്ടിച്ചേർക്കാത്തത്. സുബ്ഹാനല്ലാഹ്. ഗ്രന്ഥത്തിലെ തുടക്കത്തിലോ അവസാനത്തിലോ കാണുന്നതല്ല. മനസ്സിലായില്ലേ? പിന്നെ അങ്ങനെ വല്ല സംഭവങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പലരും
വെറും കഥ പറയും പോലെ പറഞ്ഞു പോയതായിട്ട് കാണാം. അതിനെക്കുറിച്ച് ഇപ്പോഴും പണ്ഡിതന്മാർ ചർച്ചയിലാണ്, എങ്ങനെ അവരുടെ ഗ്രന്ഥത്തിൽ അത്തരം കാര്യങ്ങൾ കടന്നുകൂടി എന്നതിൽ. നമ്മുടെ വിശദീകരണത്തിൽ ഞാൻ പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്. സംശയമുള്ളവർക്കൊക്കെ നേർക്ക് നേരെ ചോദിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ വരാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് വന്നാൽ പ്രയാസമാണ്. കാരണം അവിടെ ഞാൻ അനുവദിക്കുമെങ്കിലും അവരനുവദിക്കൂല. അങ്ങനെയാണ് ജോലി സ്ഥലത്ത്. അങ്ങനെയാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ഉള്ള 2 സ്ഥാപനമാണെന്നാണ് ഈജിപ്തിൽ നിന്ന് വന്നതായ ഒരു വലിയ ജൗദ എന്ന് പറഞ്ഞാൽ നല്ല രൂപത്തിൽ ഇത് ഓഫീസ് സിസ്റ്റം നയിക്കുന്നതായ ഓഫീസുകൾ സൗദി അറേബ്യയിൽ 2 എണ്ണമാണെന്നാണ് ഒരു വലിയ പണ്ഡിതൻ പഠനം നടത്താൻ വേണ്ടി വന്നിട്ട് അദ്ദേഹം എഴുതിപ്പോയത്. ഒന്ന് ഇത് റിയാദിലുള്ളതായ ഇതൊരു വലിയ ജയ്ഷിൻ്റെ സ്ഥാപനമാണ്. രണ്ടാമത്തത് ഖുർആൻ പെൻഡിങ് കോംപ്ലക്സ് ആണെന്നാണ്. ഞങ്ങളുടെ സ്ഥിതി അങ്ങനെയാണ്. ഞങ്ങൾ കമ്പനിയിലുള്ളവർ 1700 പേരുണ്ട്. ഞങ്ങൾ 220 പേരുണ്ട്. ഞങ്ങൾക്ക് ഭസ്മത്തോടുകൂടി അല്ലാതെ ആർക്കും പുറത്തിറാൻ പറ്റില്ല. ഞങ്ങളുടെ കാറ് വരെ പരിശോധിക്കും. ഞങ്ങൾ പുറത്തു പോകുമ്പോഴും അകത്ത് പോയി കഴിഞ്ഞാൽ പുറത്തു പോകുമ്പോൾ കാറ് വരെ പരിശോധിക്കും. വളരെ സിസ്റ്റം. ശരിക്ക് 5 മണിക്കൂർ ജോലി ചെയ്തവർ 5 മണിക്കൂർ തന്നെയാണ്. 8 മണിക്കൂർ ചെയ്യുന്നവർ 8 മണിക്കൂർ തന്നെ ചെയ്യണം. കളിയൊന്നും പറ്റൂല അവിടെ. സൗദിക്കും പറ്റൂല, അല്ലാത്ത ആൾക്കും പറ്റൂല. അതാണ് മുജമ്മഅൽ മലിക് ഫഹദ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവിടെ ഉദ്ദേശിച്ച പോലെ സന്ദർശിക്കാൻ സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് ആരും പ്രയാസപ്പെടരുത്. മൗലവി ഞാനൊന്ന് വരട്ടെ ഓഫീസിലേക്ക് ചോദിക്കുമ്പോൾ വരാൻ പറ്റൂല എന്ന് ഞാൻ പലപ്പോഴും പറയും. കാരണം അവിടുന്ന് പോലീസിനോട് അനുവാദം ചോദിക്കണം. പിന്നെ അനുവാദം ചോദിക്കുമ്പോൾ അയാൾ വിളിച്ച് പറയും, അങ്ങനെ ഞാൻ അനുവാദം കൊടുക്കണം. ഇതൊക്കെ കഴിഞ്ഞാൽ അവിടെ ലിസ്റ്റ് വരും, ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇന്ന വ്യക്തി അകത്ത് കടന്നത് എന്ന്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ആവശ്യത്തിനാണെങ്കിൽ വന്നോളീൻ, ഒരു പ്രശ്നവുമില്ല. ആവശ്യത്തിനാണെങ്കിൽ വന്നോളീൻ. 3-ൽ കൂടുതൽ വരരുത് കേട്ടോ ഒരു ട്രിപ്പിൽ. കാരണം എൻ്റെ ഓഫീസിൽ 3 സീറ്റേ ഉള്ളൂ. പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ല കേട്ടോ. സ്ത്രീകൾ മനസ്സിലാക്കുമോ? ഞങ്ങൾക്കും പോയിക്കൂടെ? സഹോദരന്മാരെ, സഹോദരികളെ, പറഞ്ഞു വന്നത് ഇവിടെ നമ്മുടെ ജീവിതം ഇസ്ലാമീകരിക്കാൻ ധാരാളം മനക്കെടേണ്ടതുണ്ട്. ഇസ്ലാമീകരിക്കാൻ തീരുമാനിച്ചാൽ ഒറിജിനൽ അഹ്ലുസുന്ന ജമാഅത്തിൻ്റെ ആശയാദർശമായിരിക്കണം നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും അനുസരിച്ച് ഇവിടെ ജീവിച്ചതായ റസൂലും സഹാബത്തും ജീവിച്ചതുപോലെ ഇനി ആ രൂപത്തിൽ ജീവിക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ നുവല്ലിഹി മാ തവല്ല, പോകുന്ന ഭാഗത്തിലേക്ക് അവനെ തെളിച്ചു വിടും. ഒന്നുസ്ലിഹി ജഹന്നമിൽ ചൂട് പിടിപ്പിക്കുമെന്ന് അള്ളാഹ് പറഞ്ഞ ഇനത്തിൽ പെട്ടുപോകും. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് അവരുടെ ബാക്കിൽ തന്നെ കൂടണം. അവരുടെ ബാക്കിൽ തന്നെ കൂടണം. അതാണ് നിർബന്ധം. നന്മയിൽ അവരുടെ ബേക്കിൽ കൂടിയവർക്കേ സ്വർഗമുള്ളൂ, അല്ലാത്തവർക്ക് സ്വർഗമില്ല. ബുദ്ധി കൊണ്ട് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നതല്ല ദീൻ. ഖുർആനും സുന്നത്തുമാണ് ദീൻ. അപ്പോഴോ റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസങ്ങളിൽ ഇഹലോകവാസം വെടിഞ്ഞു. ഐമൻ കരഞ്ഞ വാർത്ത ഞാൻ പറഞ്ഞിട്ടില്ലേ? ഐമൻ റസൂലുള്ളാഹിന്റെ പോറ്റുമ്മ കരഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ? ഇത് ഓർക്കുന്നുണ്ടോ? എന്തിനാ കരഞ്ഞെന്ന് പറയാൻ പറ്റുമോ? ഈ സമ്മാന ഇതിനുള്ള മുമ്പത്തെ ആൾക്കാരാണിത്. അഹ്സൻത്. കണ്ടല്ലേ? എത്ര വർഷം ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത്? 23 വർഷമായി. അപ്പോൾ അയാൾ മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ ആക്ഷേപിക്കപ്പെടും അല്ലേ? വഹി കട്ടായി എന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഉമ്മു ഐമൻ അബൂബക്കർ വന്നു. ബുഖാരിയിലാണ് സംഭവം. ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ പലപ്പോഴും കേൾപ്പിക്കാറുള്ളത് സഹീഹ് ഹദീസാണ്. കള്ള ഹദീസ് പറയുന്നില്ല, ലൈഫും പറയുന്നില്ല. സഹീഹ് അല്ലെങ്കിൽ എന്തെങ്കിലും ശേഷികേട് ഉണ്ടെങ്കിൽ ഓർമ്മയിൽ വരികയാണെങ്കിൽ ഉണർത്തുകയും ചെയ്യും. കാരണം സിദ്ധിച്ച ലാഭം മതി, വേണ്ടാത്ത നമുക്ക് വേണ്ട. പേശ നമുക്ക് ആവശ്യമില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസത്തെക്കുറിച്ച് മഹാനായ റസൂലുള്ളാഹിന്റെ 10 കൊല്ലം റസൂലുള്ളാഹി ഖിദ്മത്തെടുത്ത അനസ് പറയുന്നു, ഉമ്മു സുലൈമിന്റെ മകൻ അനസ് ഉണ്ടല്ലോ, അനസ് ബിനു മാലിക് ആഫറായിട്ട് മരിച്ചോ. എന്തേ? അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ ഞാനില്ലാന്ന് മൂപ്പര് പറഞ്ഞു. ഓടിക്കളഞ്ഞു മദീനത്തുനിന്ന്. ആര്? അനസിന്റെ വാപ്പ. മൂപ്പര് എവിടെയോ പോയി മരിച്ചു. എന്നിട്ട് അനസിനെ ഉമ്മു സുലൈം കൊണ്ടുവന്നു റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക്. പിടിച്ചോ ദൂതരെ, നിങ്ങൾക്ക് ഖിദ്മത്തെടുക്കാൻ 10 വർഷം. അവർ പറയുന്നു, മാമസസ്തു ദീബാജൻ വലാ ഹരീറൻ അല്യന മിൻ കഫി റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ കൈയിനേക്കാൾ മാർദ്ദവമുള്ളതായ ഒരു പട്ടോ ഒരു വസ്ത്രമോ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്പർശിച്ചിട്ടേ ഇല്ല. അനസ് ഇബ്നു മാലിക്.
എന്താ ഭാഗ്യം! റസൂലുള്ളാഹിനെ കൈ തൊട്ടാലൊക്കെ റസൂലുള്ളാഹി എന്നോട് ഒരിക്കലും എന്തിനടോ ചെയ്തു എന്ന് ചോദിച്ചിട്ടില്ല. റസൂലുള്ളാഹി എന്നോട് ഒരിക്കലും എന്തടോ ചെയ്യാത്തത് എന്നും ചോദിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. റഹ്മത്തുൽ ലിൽ ആലമീൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ, അനുഗ്രഹീത പുരുഷൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ ടൈം കഥയിൽ പറയുന്നതായ റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ വേണ്ടി വന്നതായ ആ വിഭാഗം കുട്ടികൾ വരെ ഇറങ്ങിയിട്ട് തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മദാ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസ് ഫീനാ ജിഅത ബിൽ അംരിൽ മുതാഇ ജിഅത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഇ എന്നീ ഗാനങ്ങൾ ചൊല്ലിയിട്ട് മദീനവാസികൾ പുറപ്പെട്ടിരുന്നു റസൂലുള്ളാഹിനെ സ്വീകരിക്കാനെന്ന് കഥയിൽ കാണുന്നു. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു, സംഭവിച്ചിരിക്കാം. അതൊരു പക്ഷേ റസൂലുള്ളാഹി വരുന്ന സന്ദർഭത്തിൽ സ്വീകരണ ഹാള് പോലെ പല ഭാഗങ്ങളിൽ നിന്നിട്ടും സ്വീകരിക്കാൻ വേണ്ടി ജനങ്ങൾ നിന്നിരിക്കാം എന്ന്. അതുകൊണ്ട് ചരിത്രവശമാണത്, ഹദീസിൽ വന്നതല്ല എങ്കിലും എതിർക്കേണ്ട ആവശ്യമില്ല എന്ന നിഗമനക്കാരനാണ് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി. സംഭവിച്ചിരിക്കും. എന്താ അങ്ങനെ പറയാൻ കാരണം? പലരും ആ ശൈലി റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഉള്ള അറബി ശൈലിയല്ല എന്ന രൂപത്തിൽ ആക്ഷേപിച്ചവരുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഹാഫിദ് ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ കാരണം. അതുപോകട്ടെ, നമുക്ക് ഹദീസിലേക്ക് മടങ്ങാം. മഹാനായ അനസ് പറയുന്നു, ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുണ്ടായത് റസൂലുള്ളാഹി കടന്നു വന്നതായ മദീനയിലേക്ക് കടന്നു വന്നതായ ദിവസമായിരുന്നു. മദീനക്കാരിന്നിട്ട് മുസ്ലിങ്ങളായവര് ഒന്നല്ല രണ്ടല്ല 3 തവണ മിനയിലേക്ക് ചെന്ന് മക്കയിലേക്ക് ചെന്ന് റസൂലുള്ളാഹിനെ രഹസ്യമായി കണ്ട് എങ്ങനെയെങ്കിലും റസൂലുള്ളാഹിനെ ഇവിടെ വലിച്ചു കൊണ്ടുവരണം, ഇവിടെ ക്ഷണിച്ചു കൊണ്ടുവരണം എന്ന നിർബന്ധം മദീനക്കാർക്ക് ഉണ്ടായിരുന്നു എന്ന് നാം പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ കടന്നു വന്നതായ ദൂതർ 1436 വർഷങ്ങൾക്ക് മുമ്പ് ഈ മദീനയിലേക്ക് കടന്നു വന്നതായ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ ഉഷ്ശുസ്സലാം അത്ഇമുത് തആം സല്ലൂ ബില്ലൈലി വന്നാസു ബിന്നിയാം തദ്ഖുലുൽ ജന്നത വസ്ലുൽ അർഹാം ഉഷ്ശുസ്സലാം അത്ഇമുത് തആം വസ്ലുൽ അർഹാം സല്ലൂ ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ആരാ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പോയ വ്യക്തി, കേൾക്കാൻ വേണ്ടി പോയ വ്യക്തി? അബ്ദുല്ലാഹ് ഇബ്നു സലാം. നിങ്ങളും അങ്ങനെ തന്നെയാണ്. എത്ര കൊല്ലായി? 25 കൊല്ലം തന്നെ. അബ്ദുല്ലാഹി ഇബ്നു സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ഇൽമ് മരണം വരെ നിലനിർത്തി കൂട്ടുകുടുംബക്കാർ, നാട്ടുകാർ, വീട്ടുകാർ, പരിസരക്കാർ ആ ഇൽമ് ഉൾക്കൊണ്ടുകൊണ്ട് പരലോകത്തിലേക്ക് എത്തുമ്പോൾ നമുക്കത് പ്രകാശമാക്കി മാറ്റട്ടെ. പ്രകാശം. അബ്ദുല്ലാഹി ഇബ്നു സലാം, ജൂത പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നു സലാം. അദ്ദേഹം പറയുന്നു, ജനങ്ങളൊക്കെ ആക്ഷേപിക്കുമ്പോൾ ഞാനൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കാണാൻ ചെന്നു. എന്തിനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്നറിയാൻ, പരിശോധിക്കാൻ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബാ പള്ളിയുടെ മധ്യത്തിരുന്നു കൊണ്ട് മനുഷ്യന്മാരോടൊക്കെ, ഖുബാ പള്ളിയുള്ള സ്ഥലത്ത് പള്ളി കെട്ടിയോ ഇല്ലേ നമ്മൾക്കറിയില്ല, ആ സന്ദർഭത്തിൽ ഉണ്ടാവില്ല, കെട്ടുന്ന ദിവസമായിരിക്കും. കുൽസും ഇബ്നു ഹിദ്മിൻ്റെ വീട്ടിലാണ് റസൂൽ ഇറങ്ങിയത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയതായ ആ സ്ഥലം ബനു അംർ ഇബ്നു ഔഫിൻ്റെ നാടായിരുന്നു. മദീന ഖുബ എന്ന് പിൻകാലഘട്ടത്തിൽ നൽകപ്പെട്ട ഖുബ മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സ്ഥലം ആരുടെ നാടാണ്? ബനു അംർ ഇബ്നു, നമ്മുടെ നേതാക്കളുടെ കബീലയുടെ പേരാണ് കൂട്ടരെ. ഖുർആനിലുള്ള ആദരിച്ച് ബഹുമാനിച്ച് അവർക്ക് വേണ്ടി ആയത്തിറക്കിയിട്ടുണ്ട്. ലമസ്ജിദുൽ ഉസ്സിസ അല തഖ്വ. അത് ബനു അംർ ഇബ്നു ഔഫുകാരെയൊക്കെ ആദരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണത്. അൻസാറുകളാണ്, നമ്മുടെ നേതാക്കളാണ്.
ബനു അംർ ഇബ്നു ഔഫിൻ്റെ നാട്ടിൽ കുൽസും ബിൻ ഹിദ്മിൻ്റെ വീട്ടിൽ ഞാൻ വരുമ്പോൾ കുൽസും ബിൻ ഹിദ്മിൻ്റെ വീടുണ്ട്. ഇപ്പോൾ അത് ഫഹദ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ പള്ളിയുടെ അകത്താക്കി മാറ്റി, മസ്ജിദ് ഖുബയുടെ അകത്താക്കി മാറ്റി. കേൾക്കുന്നു എന്ത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റസൂലുള്ളാഹിൻ്റെ വാക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ്. ഏത്? ഉഫ്ശുസ്സലാം, നിങ്ങൾ സലാം പറഞ്ഞ് ജനങ്ങളോട്, കാണുന്നവരോടും അറിയുന്നവരോടും അറിയാത്തവരോടും സലാം പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ചാർച്ച ബന്ധം ചേർക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? സുലുൽ അർഹാം വാതിഉമുത് തആം, അവശർക്ക് ഭക്ഷണം തീറ്റുക. അതുപോലെ തന്നെ വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, നമ്മൾ ഒഴിവാക്കിയ സംഗതി നമ്മൾ എന്നിട്ട് ബഹുഭൂരിപക്ഷം ഒഴിവാക്കി. അതെന്താണ്? ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ എണീറ്റ് നിന്ന് നമസ്കരിക്കുക. ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ എണീറ്റ് നിന്നിട്ട് നമസ്കരിക്കുക. അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ്സാജിദീൻ, നിങ്ങൾ നിൽക്കുമ്പോൾ അവൻ നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങൾ സുജൂദിൽ കടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ അവൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞ ആ റബ്ബിനെ ഓർത്തുകൊണ്ട് കരയാനൊന്ന് രാത്രി ഉണരണം. എന്നിട്ട് പ്രശ്നങ്ങൾ പറയണം. 1 അല്ല 2 അല്ല 10 അല്ല, എത്ര പറഞ്ഞാലും പ്രശ്നം പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ ഒരു മുഅ്മിന്റെ സത്യവിശ്വാസിയുടെ ആ പ്രാർത്ഥന അല്ലാഹു ഒരിക്കലും നിരാശപ്പെടുത്തുന്നതല്ല, പാഴാക്കി കളയുന്നതല്ല. ഒന്നിരിക്കലോ ആ പ്രാർത്ഥനയ്ക്ക് തക്കതായ പ്രതിഫലം നൽകും, അല്ലെങ്കിൽ അവന് വരാനുള്ള ഇടങ്ങേറ് തട്ടും, അല്ലെങ്കിൽ പരലോകത്തിൽ അത് സൂക്ഷിച്ചു വെക്കും. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നാം എവിടെയുണ്ട് റസൂലുള്ളാഹിയുടെ പിന്തുടർച്ചയിൽ? ഇപ്പോൾ ഇന്നത്തെ യുഗത്തിൽ വളരെ ദൂരം, വളരെ അകലെ. നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ദീൻ മറക്കുന്നു, ദീൻ ഒഴിവാക്കുന്നു, നമസ്കാരം ഒഴിവാക്കുന്നു, സുന്നത്തും ഒഴിവാക്കുന്നു, ഫർളും ഒഴിവാക്കുന്നു. ചിലപ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹ് കാത്ത് രക്ഷിക്കട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ നിർത്താൻ പോവാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട കോലം പറയാണ് സഹാബി. അദ്ദേഹം ജൂതനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ, കേൾക്കൂ, മുഹമ്മദിനെ കണ്ടപ്പോൾ ഞാൻ ഉടനെ തന്നെ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ലൈസ ബിവജ്ഹി കദ്ദാബ്, ഇത് കളവ് പറയുന്ന മനുഷ്യൻ്റെ മുഖമല്ല ഇത്. ഇദ്ദേഹം കളവ് പറയൂല. അദ്ദേഹം ജൂതനാണ്, മുസ്ലിമായിട്ടില്ല. പക്ഷേ മുഖം കണ്ടപ്പോൾ തന്നെ, മുഖഭാവം കണ്ടപ്പോൾ തന്നെ ഇത് കളവ് പറയുന്ന മനുഷ്യനല്ല എന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് അദ്ദേഹം പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോട് പിന്തുടർച്ച കൈക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരാദരിക്കുന്നതിൽ വിഷയം വരുത്താതിരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരാദരിക്കുന്നതിൽ മഹാനായ ഉമർ പറഞ്ഞു, റസൂലേ നിങ്ങളെ ഞാൻ ആദരിക്കുന്നു. ബുഖാരിയിൽ ഉമർ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഉമ്മയേക്കാൾ വാപ്പയേക്കാൾ ലാ എന്ന റസൂൽ പറഞ്ഞത്. പിന്നെ മഹാനായ ഉമർ പറഞ്ഞു, ഹത്താ അന, എന്നേക്കാൾ, എൻ്റെ ശരീരത്തേക്കാൾ എന്ന് പറഞ്ഞപ്പോൾ അൽ ആന യാ ഉമർ റവാഹുൽ ബുഖാരി, എൻ്റെ ശരീരത്തേക്കാൾ എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഇപ്പോഴാണ് മുസ്ലിമായത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബി എല്ലാ മുസ്ലിങ്ങളോടും കടപ്പെട്ടവരാണ് അവരുടെ സ്വശരീരത്തേക്കാൾ. ഖുർആൻ. ഈ രൂപത്തിൽ നാം റസൂലുള്ളാഹിയെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിച്ചാൽ മരിച്ച ദിവസം നോക്കി ഡാൻസാടുക എന്ന പദ്ധതി നിർത്തിവെക്കേണ്ടി വരും. മറിച്ച് 12 മാസവും സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാർ കാട്ടും പോലെ, നേതാക്കൾ കാട്ടും പോലെ മിമ്പറിൻ്റെ മീതെ എപ്പോഴും കണ്ടില്ലേ? കഴിഞ്ഞ ആഴ്ച ഖുതുബയിൽ അള്ളാനെ പരിചയപ്പെടുത്തിയത്, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. എവിടെയാണ് ഇത്? നമ്മുടെ ഖൗമിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. നമ്മുടെ കേരളത്തിലുള്ളതായ പേര് കേട്ട തൗഹീദിൻ്റെ വക്താക്കളാണെന്ന് പറയുന്നൊരു സംഘടനയുടെ നേതാവ് മദീനത്ത് വന്നിട്ട് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദിൻ്റെ മകൻ ഷെയ്ഖ് എന്താണ് പേര്? അബ്ദുൾ റസാഖ് അൽ ബദർ. ചെറുപ്പക്കാരനാണ്. എൻ്റെ കൂട്ടുകാരനാണെന്ന് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ ശേഷമാണ് അയാൾ ഡോക്ടറേറ്റൊക്കെ. ചെറുപ്പക്കാരനാണ്. ഞാൻ വരുന്ന സമയത്തൊക്കെ കാറിലേക്ക് കല്ലെറിയുന്ന കുട്ടിയാണ് അദ്ദേഹം. മനസ്സിലായില്ലേ? പിന്നെ വലിയ പേരെടുത്ത പണ്ഡിതനായി എവിടേക്ക് എത്തി? ഇപ്പോൾ മദീനത്തുള്ളതായ മസ്ജിദുൻ നബവിയുടെ അകത്ത് അദ്ദേഹത്തിന് കുർസിയുണ്ട്. ഈ കേരള നേതാവ് അദ്ദേഹത്തിൻ്റെ പരിസരത്തിലിരുന്നു. എന്നെ വിളിച്ച് പറഞ്ഞു, മൗലവി നിങ്ങളെ കാണണം. ഞാൻ ആര് വിളിച്ചാലും പോകും, എനിക്ക് ഒരു പ്രയാസമില്ല ആരെ കാണാനും. അതിൽ നിങ്ങൾക്ക് ആർക്കും വെറുപ്പും വേണ്ട. വെറുപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരുന്നോട്ടെ, എനിക്കത് പ്രയാസമില്ല. ഞാൻ അറിയുന്നത് ആരോടും പറയുള്ളൂ, ആർക്കൊത്തും ഞാൻ സംസാരിക്കൂല. എനിക്കറിയുന്നത് ഞാൻ പറയും, ഞാൻ പഠിച്ചത് ഞാൻ പറയും, ആരോടായിരുന്നാലും. അതാണ് എൻ്റെ ഈ സാധുവിൻ്റെ സ്വഭാവം. അങ്ങനെ മൂപ്പരെ കാണാൻ പോയി.
മൂപ്പർ പറഞ്ഞു, മൗലവി, എൻ്റെ കാത് മുളച്ച ശേഷം ഞാൻ ആദ്യമാണ് ഈ യുവാവായ പണ്ഡിതനിൽ നിന്നിട്ട് ആയത്തുൽ കുർസിയുടെ വിശദീകരണം ഇത്രയും വിശദീകരിച്ച് കേൾക്കുന്നത്. ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. നമ്മുടെ നാട്ടിലെ പണ്ഡിതൻ പറയുന്നതാണിത്. ഇപ്പോൾ മനസ്സിലായില്ലേ? അതാണ് കഴിഞ്ഞ ഖുതുബ കേട്ടാൽ കേൾക്കാത്തവരുണ്ടെങ്കിൽ മടക്കി കേൾക്കുക. അവിടുന്ന് കിട്ടും 18. എത്രാം നമ്പർ ഇത് ഗേറ്റിലാണ്? 12-ാം നമ്പറോ 18-ാം നമ്പറോ? അവിടെ CD കിട്ടും. ഇന്ന് കഴിഞ്ഞ ആഴ്ചയുടെ എന്താണ് മൂപ്പർ പ്രസംഗിച്ചത്? ഉച്ചത്തെ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടു. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ആ ദിക്റിന്റെ അർത്ഥം മാത്രം അള്ളാഹിനെ പരിചയപ്പെടുത്തൽ. നമ്മുടെ നാട്ടിൽ നിന്നിട്ട് ഒരു ഉറൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അനിസ്ലാമിക നേർച്ചയുടെ ഒരു ഇത് വാദ പരമ്പരയുടെ ലിസ്റ്റ് അയച്ചു തന്നു ഒരു സഹോദരൻ. എനിക്ക് വിവരം അറിയിച്ചു. ആ ലിസ്റ്റിൽ അള്ളാഹിനെ പരിചയപ്പെടുത്തുന്ന ഒരു വിഷയമില്ല. 40 വാദ പരമ്പര, 40 ദിവസം വാദ പരമ്പര, അള്ളാഹിനെ പരിചയപ്പെടുത്തുന്ന ഒരു സബ്ജക്റ്റ് വരെയില്ല. ഖേദമല്ലേ, ദുഃഖമല്ലേ, പ്രയാസം. അതുകൊണ്ടാണ് നാം പറയുന്നത് അള്ളാഹിനെ പരിചയപ്പെടൽ എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ വിഷയമാണ്. നമ്മുടെ നാട്ടെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിനെ ഇവിടെ നമ്മുടെ അസ്മാഉൽ ഹുസ്നയെ പരിചയപ്പെടുത്തി കൊടുക്കുക, അസ്മാഉൽ ഹുസ്നയുടെ വിശദീകരണം നൽകുക, അള്ളാഹുവിൻ്റെ കഴിവുകൾ മനസ്സിലാക്കുക. അപ്പോഴാണ് ഷെട്ടികൾക്കൊന്നുമില്ല, നബിമാരായിരുന്നാലും വലിയമാരായിരുന്നാലും അള്ളാഹ് കൊടുത്തതേ ഉള്ളൂ. പരലോകത്തിൽ ഷഫാഅത്തിന്റെ അധികാരം അള്ളാഹുവിൻ്റെ ദൂതർക്ക് മാത്രം. അല്ലാത്തവരൊക്കെ നഫ്സി 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 നഫ്സിയാ എന്ന് പറയുന്ന രംഗമാണ്. അവിടെയാണ് നമ്മുടെ ആ പ്രശ്നം, ആ പ്രയാസം. എല്ലാ നബിമാർ എല്ലാവരും, ഇബ്രാഹിം നബി വരേക്കും കുട്ടികളെ എന്നെ കൊണ്ട് പറ്റൂല എന്ന് നമ്മളോട് പറയുന്ന ബുഖാരിയിൽ ഇബ്രാഹിം നബിയെ വേറെ ആരെങ്കിലും നോക്കിക്കോ. അപ്പോഴാണ് അല്ലാഹുവിൻ്റെ ദൂതർ അനലഹ അനലഹ അനലഹ, ഞാനാണ് ഷഫാഅത്തിന് അർഹൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിലേക്കാണ് വരുന്നത്. അല്ല, പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ അർശിൻ്റെ താഴെ സുജൂദായി വീഴും റസൂലുള്ളാഹി. അപ്പോൾ ഇർഫഅ റഅസക, തല പൊക്കൂ മുഹമ്മദ്. ഇത് ആരാധിക്കേണ്ട സമയമല്ല, ദുനിയാവിലാണ് ആരാധന. ഇവിടെ ഇതിന്റെ ആവശ്യമില്ല. ചോദിച്ചോ, സൽ തുഅത, ചോദിച്ചാൽ മറുപടി കിട്ടും. ഇശ്ഫഅ തുശഫഅ, നിങ്ങൾ ശുപാർശ ചെയ്തോ, നിങ്ങൾ ശുപാർശ ഇവിടെ സ്വീകരിക്കപ്പെടും. റസൂൽ പറയുന്നു ബുഖാരിയിൽ ഹുദ്ദനി തഹദീദാ, എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോകാൻ അനുവാദം കിട്ടിയില്ല. നിർണയിച്ചു തന്നു. അല്ലാഹ് എനിക്ക് ഇത്ര പേര്, ഇന്ന ആൾക്കാരെ, ഇന്ന വിശേഷതകളുള്ള ആൾക്കാരെ നിങ്ങളുടെ ഉമ്മത്തുകളിൽ നിന്നിട്ടും അല്ലാത്തവരിൽ നിന്നിട്ടും നിങ്ങൾ ഷഫാഅത്ത് ചെയ്ത് കൊണ്ടുപോയിക്കോ എന്ന് അനുവാദം കിട്ടി. ആ ഇനത്തിൽ അല്ലാഹ് നമ്മെ പെടുത്തട്ടെ. റസൂൽ കൂട്ടിച്ചേർക്കുന്നു, അതും സഹീൽ തന്നെ. റസൂൽ പറയുന്നു, ഈ മഹാഭാഗ്യത്തിൽ, ഈ മഹാശഫാഅത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് മരിച്ച ഒരു മുസ്ലിമും ഒരു മനുഷ്യനും പെടുന്നതല്ല. എന്തുകൊണ്ട്? അവൻ സത്യവിശ്വാസിയല്ല, അവൻ ഏകദൈവവിശ്വാസിയല്ല, അവൻ തൗഹീദിന്റെ ഉടമയല്ല, അവൻ അള്ളാഹിനെ മാത്രം ആരാധിക്കണമെന്ന് അള്ളാഹ് കൽപ്പിച്ച കൽപ്പനക്ക് കീഴ്വണങ്ങിയവനല്ല. അള്ളാഹു അതിനത്തിൽ നമ്മൾ പെടുത്താതിരിക്കട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇതും കൂടി പറഞ്ഞ നിർത്താണ്. റസൂലുള്ളാഹി പറയുന്നു, ഈ പരലോകത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് മരിച്ചതായ മനുഷ്യന്മാർ നരകത്തിൽ വന്നൊടുക്കുമ്പോൾ അള്ളാഹുവിനോട് പറയും, നിങ്ങൾക്ക് ഭൂമി മുഴുവനും പ്രായശ്ചിത്തം നൽകാനുള്ള ചാൻസ് നൽകുകയാണെങ്കിൽ നിങ്ങൾ ഈ അപകടത്തിൽ രക്ഷപ്പെടാൻ, മോചിക്കാൻ പരിശ്രമിക്കുകയില്ലേ? മറുപടി അതെ എന്നാണ്. സഹീഹാണ് നിങ്ങൾ കേൾക്കുന്ന ഹദീസ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഹീഹ് മുസ്ലിമിൽ. എന്താണ്? ഇങ്ങനെയുള്ളൊരു ചാൻസ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുമോ? അതെ എന്ന് മറുപടി. അപ്പോൾ അള്ളാഹിൻ്റെ മറുപടി, ഞാൻ നിന്നോട് നിന്റെ പിതാക്കളുടെ മുതുകുകളിൽ അഥവാ വാനലോകത്തിലുണ്ടായിരുന്ന സന്ദർഭത്തിൽ ഉടമ്പടി ചെയ്തത് നീ മറന്നുപോയോ? എന്ത്? ഭൂമിയിലേക്ക് എത്തിയാൽ എന്നോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല, എനക്കല്ലാതെ ആരാധനയില്ല, എനക്കല്ലാതെ നേർച്ചയില്ല, അറിവില്ല, ആരാധനയുടെ സർവ്വ ഇനങ്ങളും എനിക്ക് മാത്രമേ സമർപ്പിക്കുകയുള്ളൂ. എത്ര ചെറിയ ആവശ്യമായിരുന്നു ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത്. ആ ആവശ്യം നിറവേറ്റിയാൽ നിനക്ക് ഈ അപകടത്തിൽ രക്ഷപ്പെടാൻ സാധിച്ചിരുന്നേനെ. നീ ഇപ്പോൾ പറയുന്നത് ലോകം മുഴുവനും ഭൂമി മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് പ്രായശ്ചിത്തം നൽകാൻ ഞാൻ ഒരുങ്ങിയിരുന്നേനെ എന്നല്ലേ?
അള്ളാഹ് നമ്മെ അങ്ങനെയുള്ള അപകടത്തെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് എന്തെങ്കിലും ആവാം, എങ്ങനെയെങ്കിലും ആവാമെന്ന് പറയേണ്ട വിഷയമല്ല നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറിച്ച് വളരെ ഗൗരവത്തോടുകൂടി ആധികാരികതയോടുകൂടി ഖുർആനിലൂടെ, സുന്നത്തിലൂടെ, സലഫുസാലിങ്ങളുടെ ഗ്രന്ഥങ്ങളിലൂടെ ആഴത്തിലിറങ്ങി പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി എന്തുകൊണ്ട് ഇവിടെ ബദർ യുദ്ധം നടന്നു, എന്തുകൊണ്ട് ഇവിടെ യുദ്ധങ്ങൾ നടന്നു, എന്തുകൊണ്ട് കരളുകൾ മുറിച്ചു, എന്താണ് അവർ കാട്ടിയത് എന്ന് പഠിച്ച് ഇറച്ചി മനസ്സിലാക്കി അതിന് കളങ്കം വരുത്തുന്ന എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഉമർ പടപൊരുതുന്നു. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും കോട്ടം. ഞാൻ പറയുന്ന ഈ അള്ളാഹ് അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കലല്ല, വളരെ ചെറിയ വിഷയം. എന്തേ? ഖാലിദ് പോരാടി, എന്നിട്ടോ 100ഓളം യുദ്ധങ്ങൾ നടന്നു. 90 മഅറകതൻ മറത് മുഹജ്ജലതൻ മിൻ ബഅദി 10 അനാനുൽ ഫത്ഹി മുലിഹാ ഫഖാലിദുൻ ഫീ സബീലില്ലാഹി മുശ്ഇലുഹാ വഖാലിദുൻ ഫീ സബീലില്ലാഹി മുസ്കീഹാ. 100ഓളം പോരാട്ടങ്ങൾ ഖാലിദ് നടത്തിയിട്ട് ഒന്നിലും പരാജയമില്ല. അപ്പോൾ പൊതുജനങ്ങൾക്കൊരു അമിത സ്നേഹം വന്നുപോയി. ആരോട്? ഖാലിദിനോട്. ഉമറിന് വിവരം കിട്ടി. ഉമർ തീരുമാനിച്ചു, എന്ത്? ഈ അമിത സ്നേഹം മാറ്റണം, ഈ അമിത സ്നേഹം മാറ്റണം. അത്രയേ ഉള്ളൂ. നോക്കൂ, അമിത സ്നേഹം മാറ്റണം. സ്ഥാനഭ്രഷ്ടനാക്കി എഴുത്തെഴുതുന്നു അബൂ ഉബൈദയ്ക്ക്, ഖാലിദിൽ നിന്നിട്ട് കമാൻഡർ സ്ഥാനമാവുക, നിങ്ങൾ ഏറ്റെടുക്കുക. എന്താ ഉമർ അങ്ങനെ കാട്ടിയത്? ഒന്നുമില്ല. പിന്നെയോ അമിതമായി എന്തേ ഖാലിദിനെ ഇവർ സ്നേഹിച്ചത് എന്നതാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ള ചാരിയിരുന്ന ആ വൃക്ഷത്തിൽ, ബുഖാരിയിൽ റസൂലുള്ള ചാരിയിരുന്ന ആ വൃക്ഷത്തിൽ നിന്നിട്ട് ഇല എടുത്ത് ബർക്കത്തെടുക്കാൻ വേണ്ടി വരുന്നവരെ കണ്ടു. എവിടെ? ഹുദൈബിയ സന്ധി. മക്ക ജിദ്ദ പഴയ റോഡ്, ഹുദൈബിയ സന്ധി നടന്ന സ്ഥലം. അവിടെ ഇപ്പോൾ വൃക്ഷമുണ്ടോ? റസൂൽ ചാരിയിരുന്ന വൃക്ഷം ഇല്ല. എന്താ ഇല്ലാത്തത്? പണ്ടൊരു കാലഘട്ടത്തിൽ സഹാബാക്കൾ മരിച്ചു തീർന്നിട്ടില്ല, താബിയങ്ങൾ എന്നിട്ട് ചിലർ, സഹാബാക്കൾ ചെയ്യൂല അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടാ, താബിയങ്ങൾ എന്നിട്ട് ചിലർ ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ എന്ന ആ വൃക്ഷം, ആ വൃക്ഷത്തിന്റെ താഴെ ആ വൃക്ഷത്തിൽ നിന്ന് ഇല എടുക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വന്ന വാർത്ത കേട്ടപ്പോൾ ഉമർ എന്ത് ചെയ്തു? തകർത്താൻ വേണ്ടി പട്ടാളക്കാരെ അയച്ചു, തകർത്തി. ഇതൊക്കെ സഹീലുള്ളതാണ്, മനസ്സിലായില്ലേ? ഇതൊക്കെ നാം ചുട്ടു തിന്നാനുള്ളതല്ല, പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. പക്ഷേ ഡോസ് കുറച്ചിട്ടാണെങ്കിലും പതുക്കെ പതുക്കെ നടപ്പാക്കാൻ വേണ്ടി പാടുപെടുക. ഒറ്റയടിക്ക് ചെയ്യാനോ ഒറ്റയടിക്ക് നന്നാക്കാനോ പറ്റൂല, പ്രയാസാണ്. യാതൊരു സംശയമില്ല, പ്രയാസാണ്. സ്വന്തം കുടുംബത്തെ തന്നെ നന്നാക്കാൻ എല്ലാവർക്കും സാധിച്ചോണമെന്നില്ല. എനിക്കും സാധിച്ചിട്ടില്ല, എനിക്ക് വാദമില്ല സാധിക്കുമെന്ന്. പക്ഷേ റസൂലുള്ളാഹിന്റെ കുടുംബത്തെ മുഴുവൻ നന്നാക്കാൻ റസൂലുള്ളാഹിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? കരഞ്ഞ് പുറത്തിറങ്ങി വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ എന്ന ആയത്തിറങ്ങിയപ്പോൾ 40 കൊല്ലം വാപ്പാക്ക് വാപ്പ, എളാപ്പാക്കളാപ്പ, മുത്താപ്പാക്ക് മുത്താപ്പ, ജ്യേഷ്ഠന് ജ്യേഷ്ഠൻ, അനുജന് അനുജൻ എല്ലാമായിരുന്ന അബൂ താലിബ് കാഫറായി മരിക്കേണ്ടി വന്നു പോയല്ലോ എന്ന പ്രയാസം കണ്ടുകൊണ്ട് മഹാനായ റസൂൽ പുറത്തിറങ്ങി വരുമ്പോൾ ഇറങ്ങിയ ആയത്താണ് എന്ത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റൂല, അള്ളയാണ് ഹിദായത്തിലാക്കുക. അപ്പോൾ അള്ളാഹിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ് ഹിദായത്ത്. നാം എത്തിച്ചു കൊടുക്കുക, നാം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക, നാം പഠിക്കുക, നാം പഠിപ്പിക്കുക, നാം സത്യം കണ്ടെത്താൻ വേണ്ടി പാടുപെടുക, നാം പരിശ്രമിക്കുക. അള്ളാന്റെ അല്ലദീന ജാഹദൂ ഫീനാ, നമ്മളിലേക്ക് വരാൻ നിർബന്ധം പുലർത്തുന്നവർ ആരുണ്ടോ, സല്ലനഹദിയന്നഹും സുബലനാ, നമ്മുടെ വഴിയിലേക്ക് അവരെ നാം എളുപ്പമാക്കി നയിക്കുക തന്നെ ചെയ്യും. ഇതുവരെ കേട്ടതിനെ സൽക്രമമായി അള്ളാഹ് സ്വീകരിക്കട്ടെ. തെറ്റു വന്നു പോയിട്ടുള്ള അള്ളാഹ് മാഫി ചെയ്ത് തരട്ടെ. ഇനിയും സത്യം പറയുവാനും പറഞ്ഞുകൊണ്ടേയിരിക്കുവാനും പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും പ്രചരിപ്പിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള തൻ്റെ ഇടവും സന്മനസ്സും തയ്യാറെടുപ്പും നമുക്ക് അള്ളാഹ് നൽകട്ടെ, ചുറ്റുപാടുണ്ടാക്കി തരട്ടെ. നമ്മുടെ സഹോദര സഹോദരിമാർക്കെല്ലാം അത് എത്തിച്ചു കൊടുക്കാനും അള്ളാഹ് തൗഫീഖ് നൽകട്ടെ. നെറ്റിലൂടെ റേഡിയോയിലൂടെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാർ പ്രയാസപ്പെട്ടുകൊണ്ട് വളരെ താമസിച്ച സമയത്ത്, ചിലപ്പോൾ ഇന്ത്യയിൽ 3 മണിയായിരിക്കും, ഫോൺ ചെയ്ത് പറയും, മൗലവി നിങ്ങൾ ക്ലാസ്സുകൾക്കായിരിക്കും ഞങ്ങൾ, എനിക്കിതൊരു സംശയമുണ്ട്. അങ്ങനെ കേരളത്തിൽ നിന്നിട്ട് സംശയം അവിടുത്തെ 3 മണിക്ക് ഇവിടെ നമ്മൾ ക്ലാസ് കഴിയുന്ന സമയത്ത് ചോദിച്ചവരുണ്ട്. അവരും ഇപ്പോൾ ചിലപ്പോൾ നെറ്റിലുണ്ടായിരിക്കാം. അതുകൊണ്ട് അവരെയെല്ലാം നാം പരിഗണിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയെല്ലാം നാം അള്ളാഹുവിനോട് ഈ വിശുദ്ധ ഭൂമിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കണം. അള്ളാഹുവേ, അവർക്കും ഞങ്ങൾക്കും നീ മാഫ് ചെയ്തരണേ രക്ഷിതാവേ. ഈ ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങളാൽ സാധിക്കുന്ന രൂപത്തിൽ നന്ദി പ്രകടിപ്പിക്കാൻ, പ്രവർത്തനത്തിലൂടെ നന്ദി പ്രകടിപ്പിക്കാൻ തൗഫീഖ് നൽകണേ രക്ഷിതാവേ.
വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് മുമ്പ് ബാങ്കിന് ശേഷം സുന്നത്ത് നമസ്കാരമുണ്ടോ? വെള്ളിയാഴ്ച ഒരാൾ പള്ളിയിലേക്ക് കടന്നാൽ, അധികവും പുരുഷന്മാരാണ് അങ്ങനെ ചെയ്യുക, സ്ത്രീകൾ കുറവാണ്. സ്ത്രീകൾക്ക് പോകാമെങ്കിലും ഇസ്ലാം അനുവദിച്ച പർദ്ദ, പരിപൂർണ പർദ്ദ ധരിച്ചു സ്ത്രീകളും പുരുഷന്മാരുമായി മിശ്രമില്ലാത്ത രൂപത്തിലാണെങ്കിൽ അവർക്ക് പോകാം. അല്ലാത്ത പക്ഷം അവർ വീട്ടിലാണ് ഉത്തമം. ഏതായാലും പുരുഷന്മാർ പള്ളിയിലേക്ക് ജുമാ നമസ്കരിക്കാൻ വേണ്ടി പോയാൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റസൂൽ പറയുന്നു, ഫൽയുസല്ലി മാ ഷാഅ, അവന് ഇഷ്ടമുള്ളത്രേ, ഇൻട്രസ്റ്റ് ഉള്ളത്രേ, ആവേശമുള്ളത്രേ അവൻ നമസ്കരിക്കട്ടെ. അപ്പോൾ പള്ളിയിലേക്ക് വെള്ളിയാഴ്ച രാവിലെ കടന്നു കഴിഞ്ഞാൽ റസൂൽ പഠിപ്പിച്ച ശൈലിയിൽ തന്നെ ഒന്നാമത്തെ മണിക്കൂറിൽ കടക്കുന്ന ആളുണ്ട്, രണ്ടാമത്തെ മണിക്കൂറിലുണ്ട്, മൂന്നാം മണിക്കൂറിലുണ്ട്, നാലാം മണിക്കൂറിലുണ്ട്, അഞ്ചാം മണിക്കൂറിലുണ്ട്, അല്ലേ? ആറാമത്തെ മണിക്കൂറിലാണ് മെമ്പറിലേക്ക് ഇമാമ കയറി വരിക. അപ്പോൾ അതിനിടയിൽ ഇത്രയും നീണ്ട മണിക്കൂറുകൾ അവിടെ നിസ്കരിച്ചു കൂട്ടാം, ഖുർആൻ പാരായണം ചെയ്ത് കൂട്ടാം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് റസൂൽ പഠിപ്പിക്കുന്നത് എന്ത്? ഇഷ്ടമുള്ളത്ര നമസ്കരിക്കട്ടെ. ഇനി ഷോർട്ടാക്കുകയാണെങ്കിൽ 2 ചുരുങ്ങിയാൽ നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല. അത് തഹയ്യത്താണ്, പള്ളിക്ക് കയറിയാറുള്ള തഹയ്യത്താണ്. ഈ നിസ്കാരം നമസ്കരിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് കൊടുക്കുന്ന അനുസരിച്ച് എണീറ്റ് നിന്നുകൊണ്ടിരിക്കുന്ന പദ്ധതിയോ അത് സഹീഹ് ഹദീസിൽ കാണുന്നതല്ല. പിന്നെ ഖിയാസായിട്ടാണ് പറഞ്ഞവരുണ്ടെന്ന് പറഞ്ഞത്. എന്ത് ഖിയാസ്? ളുഹർ നമസ്കാരത്തോടുള്ളതായ ഖിയാസാണ് ജുമാ നമസ്കാരം. അപ്പോൾ ളുഹർ നമസ്കാരത്തിന് മുമ്പിൽ 4 ശേഷം 2 ഉള്ളതുപോലെ ജുമാക്ക് മുമ്പും ഉണ്ടാവേണ്ടതല്ലേ എന്ന നിഗമനം അനുസരിച്ചിട്ടാണ്. ഇനി ജുമാക്ക് ശേഷം പള്ളിയിൽ വെച്ചിട്ട് ഒരാൾ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ എത്ര നിസ്കരിക്കണം? 4 റക്അത്ത് നിസ്കരിക്കണം. വീട്ടിലാണെങ്കിലോ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതിയാവുന്നതാണ്. അതാണ് ആ നമസ്കാരത്തിൻ്റെ വിധി. ഖുതുബയുടെ ശേഷം ഖുതുബ ചെയ്യുമ്പോൾ ഖുതുബയുടെ ശേഷം ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തേണ്ടതുണ്ടോ? ഇല്ല, കൈ ഉയർത്തേണ്ടതില്ല. കൈ ഉയർത്തേണ്ടത് ഇമാം ഓതുന്ന പ്രാർത്ഥന മഴയ്ക്ക് വേണ്ടിയാണെങ്കിൽ മാത്രം. അല്ലാഹുമ്മ അഗ്തിനാ, അല്ലാഹുമ്മ അഗ്തിനാ, അല്ലാഹുമ്മ അഗ്തിനാ എന്ന് പറയുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, അത് ഇമാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അറബികൾ കൈപൊക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. എല്ലാ സമയത്ത് കൈപൊക്കുന്നത് സഹാബാക്കൾ പൊക്കിയിട്ടില്ല. അതുകൊണ്ട് ഇഷ്ടാനുസരണം നമ്മുടെ ദീൻ ചെയ്യാൻ പറ്റൂലല്ലോ. മൗലവിയുടെ ക്ലാസ്സിന് ശേഷം ഉള്ള ദുആയിൽ ആമീൻ പറയുന്നവർ കൈ ഉയർത്തേണ്ടതുണ്ടോ? ഇല്ല, കൈ ഉയർത്തേണ്ടതില്ല. ആമീൻ ചൊല്ലിയാൽ മതി. കൈ ഉയർത്തേണ്ട അവസരങ്ങൾ ഏതാണ്? കൈ പൊതുവേ സ്വന്തമായി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം കൈ പൊക്കി പ്രാർത്ഥിക്കലാണ് അനുവദനീയം. എന്ന് പറഞ്ഞാൽ കൈ പൊക്കുക എന്നത് പ്രാർത്ഥനയുടെ അദബാണ്, പ്രാർത്ഥനയുടെ മര്യാദയാണ്. കൈ പൊക്കുക എന്നത് പ്രാർത്ഥനയുടെ അദബാണ്, പ്രാർത്ഥനയുടെ മര്യാദയാണ്. റസൂലുള്ള പലപ്പോഴും യുദ്ധസമയത്തും എല്ലാ സമയത്തും റസൂലയോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ റസൂൽ കൈ പൊക്കി പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ബുഖാരിയിലും സഹീഹ് ഹദീസിലും പലപ്പോഴും കാണാറുള്ളത്. അതുകൊണ്ട് നമ്മുടെ സ്വന്തം പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി അള്ളാഹുവോട് നാം ചോദിക്കുമ്പോൾ, സ്വന്തമായി പ്രാർത്ഥിക്കുമ്പോൾ നാം കൈ പൊക്കി പ്രാർത്ഥിക്കലാണ് നല്ലത്, ഉത്തമം. അല്ലാതെ പൊക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതായ ഭാഗങ്ങളിൽ പൊക്കാതിരിക്കുക. അപ്പോൾ ഖുനൂത്തിലാകുമ്പോൾ കൈ പൊക്കുക, ആമീനും ചെല്ലുക. ഖുനൂത്തിലാകുമ്പോൾ കൈ പൊക്കുക, ആമീനും ചെല്ലുക. അല്ലാതെ നാം നമസ്കാരത്തിന് മുമ്പ് ഇഖാമത്തിൻ്റെയും ബാങ്കിൻ്റെ ഇടയിലുള്ള സമയമാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ അർഹതയുള്ള സമയം. ആ സമയത്ത് കൈ പൊക്കിയിട്ട് തന്നെ ആവശ്യമുള്ളത് അള്ളാഹുവിനോട് ചോദിക്കാവുന്നതാണ്. ഇല്ല, സഹീഹ് ഹദീസിൽ കാണുന്നില്ല. മുഖത്ത് തടവൽ സഹീഹ് ഹദീസിൽ കാണുന്നില്ല. അങ്ങനെ ഹദീസുകളൊക്കെ ഉണ്ട്, സഹീഹ് ആയിട്ട് കാണുന്നില്ല.